സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു മാറിയൂ. ദൈവരൂപിയേ സ്നേഹജാലനായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു മാറിയൂ. എല്ലാവരും ചേർന്ന് പാടാമോ? സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ഒന്ന് ചേർന്ന് ശക്തിയെ ഇപ്പോൾ ഇവിടെ കടന്നു വരാൻ ആഗ്രഹിച്ച മാരിൽ നിറഞ്ഞപ്പോൾ ഓരോ മക്കളിലും ശക്തിയെ അങ്ങനെ ചുരുക്കി കൂടി വിളിച്ച് സ്ത്രീകന്മാരില്ല സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ഈ അഭിഷേക സ്ഥലത്ത് വരാൻ ഇവിടെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച് വിളിച്ചേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ ഈ ദേശം മുഴുവനും ആത്മാവ് വ്യാപരിക്കാൻ ആഗ്രഹിച്ച സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. കണ്ണുകളുടെ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവേ, ഈ നിമിഷം എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ മനസ്സിലേക്ക്, എന്റെ ചിന്തകളിലേക്ക് മുഴുവനും വന്ന് വ്യാപരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും നിങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും ആത്മാവിനെ വിട്ടുകൊടുത്തുകൊണ്ട് ആഗ്രഹിച്ചു പാടി പ്രാർത്ഥിക്കാം. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി. യേശുവേ വിമോചകനെന്ന് വിശ്വമാകെയുൾ ഘോഷിക്കാം. യേശുവേ വിമോചകനെന്ന് വിശ്വമാകെയുൾ ഘോഷിക്കാം. എല്ലാ മക്കളും ഒരുമിച്ച് പാടാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. ഉത്തരം തുറക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നമ്മുടെ നിരാശയിലേക്ക് മുഴുവനും സ്ത്രീകന്മാരിൽ നിറഞ്ഞ ആത്മാവ് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. ദുഃഖങ്ങളിലേക്ക് മുഴുവനും വ്യാപരിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയെ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലേക്ക് വ്യാപരിക്കാം. നിറഞ്ഞപ്പോൾ ശക്തിയെ നയിക്കണേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങളും എല്ലാവരും ഉയർത്തിപ്പിടിക്കട്ടെ. മക്കളെ മറ്റൊന്നിനും വേണ്ടിയല്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിൽ മുഴുവൻ ഓരോ മക്കളിലും വ്യാപരിക്കണം. ഓരോ ദൈവമക്കളുടെ ചിന്തയിലേക്ക് മുഴുവനും വ്യാപരിക്കണം. മനസ്സിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, വിഷമങ്ങളിലേക്ക് എല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരണം. മറ്റാരെ ശ്രദ്ധിക്കേണ്ട. ഒരു 3, 4, 5 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ ആത്മാർത്ഥമായിട്ട് സ്വരമുയർത്തി ശക്തിയോടുകൂടി സ്തുതിക്കാമോ? ഹല്ലേലൂയ.
പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ചിന്തകളെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെ, നമ്മുടെ മനസ്സിന്റെ എല്ലാ പ്രശ്നങ്ങളെ, നമ്മുടെ തെറ്റായ ബോധ്യങ്ങളെ ഒക്കെ നമുക്ക് അമ്മയ്ക്ക് അടിമ വെച്ച്, അമ്മേ ഈ നിമിഷം ഞങ്ങളുടെ ശുശ്രൂഷയുടെ കൂടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല ദൈവമക്കളും ഒരു 3 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ അമ്മ മാതാവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, മരിച്ചു പോയിട്ടുള്ള മുഴുവനും ആത്മാക്കള്, ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്ന മുഴുവനും ആത്മാക്കള്, അബോർഷനിലൂടെ മരിച്ചുപോയ സകല കുഞ്ഞുമക്കള്, ദുർമരണമൂല ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കള്, ഭീകരവാദികളുടെ ആക്രമണത്താൽ മരണമടഞ്ഞ എല്ലാ ആത്മാക്കളെ, മരിച്ചുപോയ വൈദികര സമർപ്പിതരെയൊക്കെ അമ്മ വഴി പിതാവിലേക്ക് സമർപ്പിച്ച് ഈ ആത്മാക്കളുടെ മുഴുവനെ രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, പരിശുദ്ധ അമ്മ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് ദൈവം എന്താഗ്രഹിക്കുന്നു, പുത്രനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നു അത് മാത്രം അച്ഛന്റെ അതരത്തിലൂടെ ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുകുവാൻ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം അച്ഛന് കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഇപ്പോൾ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കാനുള്ള അഭിഷേകം അച്ഛന് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് സകല ദൈവമക്കൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, പരിശുദ്ധാത്മാവിന് സ്തുതി. ഈശോ എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ. അപ്പുറം ഇപ്പുറം നല്ലൊരു സ്തുതി കൊടുക്കാമോ? ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പുറത്തുള്ളവരും കൂടി ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ തമ്പുരാൻ ഏറ്റവും കൂടുതൽ കൃപയൊഴുകുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ കുമ്പസാരക്കൂടെന്ന് അറിയപ്പെടുന്ന കരുണയൊഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭവനത്തിൽ വന്ന് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവം അവസരമൊരുക്കിയതിന് ഞാൻ ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഉള്ള സമയം എല്ലാ ദൈവമക്കളും വളരെ ശ്രദ്ധയോടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരണമേ എന്ന് മാത്രം ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വചനം കേട്ടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വചനം വചനപ്രകാരം പഠിപ്പിക്കാണ്: ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം ജീവിക്കുന്നവരാകണം. കേൾക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ മറിച്ച് വചനം ജീവിക്കുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഏതാനും കുറച്ച് വൈദികർക്കും സമർപ്പിതർക്കും ഒരു ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇന്ന് അല്ലെങ്കിൽ ഈ ഒരൊറ്റ വർഷം നിങ്ങൾ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് എവിടെയൊക്കെ പ്രസംഗിച്ചു, എവിടെയൊക്കെ പ്രഘോഷിച്ചു? പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഒത്തിരിയേറെ സ്ഥലങ്ങൾ എന്നോട് പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ അവരോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്: നിങ്ങളുടെ കൊച്ചു സമൂഹത്തില്, നിങ്ങളുടെ കൊച്ചു ഇടവകയില്, നിങ്ങളുമായി ബന്ധപ്പെടുന്ന മേഖലയില് എത്ര പേര് കരുണ കാണിച്ചു? അപ്പോൾ പലരുടെയും മുഖം പതുക്കെ താഴ്ത്തേക്ക് പോകുന്ന ഞാൻ ശ്രദ്ധയിൽപ്പെട്ടെ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോടും എനിക്ക് ഇതിന്റെ ആരംഭത്തിൽ പറയാൻ ഒറ്റ കാര്യമാണ്: ദൈവത്തിന്റെ കരുണയെ കുറിച്ച് ഈ ഒരൊറ്റ വർഷക്കാലം ഒത്തിരി ദൈവമക്കൾ ദൈവവചനം കേൾക്കുകയുണ്ടായി. എന്താണ് കരുണയെന്നും, എന്താണ് ദൈവിക കരുണയെന്നും, എപ്രകാരമാണ് കരുണ കാണിക്കേണ്ടതെന്നും, എപ്രകാരമാണ് കരുണ പ്രഘോഷിക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷേ ഇന്ന് അച്ഛന് പറയാനുള്ള ആദ്യത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വെറുതെ ഇരുന്ന് കേട്ടിട്ട് മാത്രം പോയാൽ പോരാ, മറിച്ച് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാനായിട്ട് നീ തയ്യാറായാൽ മാത്രമേ
പകലമേ നിന്റെ ദൈവത്തിന്റെ കരുണയുടെ അഭിഷേകം നിനക്ക് സ്വന്തമാക്കാൻ സാധ്യമാകൂ. വിശ്വാസമുണ്ടെങ്കിൽ ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. രണ്ടാമതൊരു കൊച്ചു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വചനം വചനപ്രകാരം പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹിക്കും. എപ്പോഴാണ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്? ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹിക്കും. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ട, മറിച്ച് യേശു ക്രിസ്തുവിന്റെ നാമം, യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ഹല്ലേലൂയ നാമം ഏതൊക്കെ ദൈവമക്കള് മനസ്സില് അധരത്തില് ഈ മണിക്കൂറിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, നിനക്ക് ദൈവത്തിന്റെ കരുണയുടെ അഭിഷേകം ഈ മണിക്കൂറിൽ തന്നെ അനുഭവിക്കാൻ സാധ്യമാകും. വിശ്വാസമുണ്ടെങ്കിൽ ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇനിയുള്ള മണിക്കൂറിൽ ചെലവഴിക്കേണ്ടേ, ഒന്ന്, ദൈവവചനം കേട്ടിരുന്നാൽ മാത്രം പോരാ, അത് ഹൃദയത്തിൽ കൊണ്ടുവന്ന് കേൾക്കുന്ന കാര്യങ്ങള് ഹൃദയത്തിൽ കൊണ്ടുവന്ന് ജീവിതത്തിൽ തിരുത്താൻ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം, ചുമ്മയിരുന്ന് കേട്ടുകൊണ്ടിരിക്കരുത്. ഒന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമം, അല്ലെങ്കിൽ ഹല്ലേലൂയ നാമം, ഏതെങ്കിലും ഒരു നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഇനിയുള്ള മണിക്കൂറിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ ചെലവഴിച്ചോ. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ മക്കൾക്ക് ദൈവത്തിന്റെ കരുണയുടെ അഭിഷേകം സ്വന്തമാക്കാൻ സാധ്യമാകും. വിശ്വാസമുണ്ടെങ്കിൽ പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അച്ഛൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവമക്കൾ എന്തുമാത്രം ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവജനം എന്തുമാത്രം ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ് അച്ഛൻ ഇനിയുള്ള മണിക്കൂറിൽ പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകത്തില് 18-ാമത്തെ അധ്യായം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 20 മുതൽ 30 വരെയുള്ള വചനങ്ങളില് ഒരു മത്സരത്തെ കുറിച്ച് അവിടെ കാണാനായിട്ട് പറ്റും. ഭൂമിയിലെ വരൾച്ച അങ്ങോട്ട് പെരുകിയ സമയത്ത് ദൈവമക്കള് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്ത സമയത്ത് ഏത് ദൈവത്തെ വിളിക്കണം? ബാലിന്റെ പ്രവാചകന്മാരെ പറയണ കേട്ടിട്ട് ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കണോ, അതെയോ സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണോ എന്ന് അറിയാൻ പാടില്ലാതെ ദൈവമക്കള് ഇപ്രകാരം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ദൈവമക്കളുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു സംഭവമാണ് രാജാക്കന്മാരുടെ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകന് ദൈവമക്കളുടെ അടുത്തേക്ക് വന്നിട്ട് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മത്സരത്തിന് ക്ഷണിക്കുക. മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു ബലിപീഠം തയ്യാറാക്ക്, ബലിപീഠത്തിന് കുറെ ബലിവസ്തുക്കൾ വെക്ക്, എന്നിട്ട് നിങ്ങളുടെ ദൈവമായ ബാലിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ദൈവമായ ബാല് ഈ കാണുന്ന ബലിവസ്തുവിലേക്ക് അഗ്നി ഇറക്കിയിട്ട് ഈ ദേശത്ത് മഴ തന്നാൽ ഞാനും വിശ്വസിക്കാം നിങ്ങളുടെ ദൈവമാണ് സത്യദൈവമെന്ന്. തുടർന്ന് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ദൈവം അഗ്നി ഇറക്കിയില്ലെങ്കിൽ ഞാനും ബലിപീഠം ഉണ്ടാക്കും, ആ ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ വെക്കും, എന്നിട്ട് ഞാൻ എന്റെ സത്യദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കും. അപ്പോൾ അഗ്നി ഇറക്കി ഈ ദേശത്ത് മുഴുവനും മഴ പെയ്ച്ചാൽ നിങ്ങളും വിശ്വസിക്കണം എന്റെ ദൈവമാണ് സത്യദൈവമെന്ന്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്താ സംഭവിച്ചേ? ബാലിന്റെ പ്രവാചകന്മാർ ആദ്യം ബലിപീഠം ഉണ്ടാക്കി, ഇതാ ബലിവസ്തുക്കൾ മുഴുവനും വെച്ചു. രാവിലെ തൊട്ട് ഉച്ച വരെ അവർ ആ ബലിപീഠത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവരുടെ ദൈവമായ ബാലിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? ഉച്ചയായിട്ടും അവരുടെ ദൈവം അങ്ങോട്ടേക്ക് അഗ്നി ഇറക്കിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഏലിയ പ്രവാചകൻ വന്നിട്ട് അവരെ പുച്ഛിച്ചുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ദൈവം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുകയായിരിക്കും, അതുകൊണ്ട് അല്പം കൂടി സ്വരം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചേ? അവർ സ്വരം ഉയർത്തി വീണ്ടും പ്രാർത്ഥിച്ചു. അവരുടെ ദൈവം ഇറങ്ങി വന്ന് അഗ്നി കൊണ്ട് ദഹിപ്പിച്ചില്ല, മഴ പെയ്യിപ്പിച്ചില്ല. എന്നാൽ ഏലിയ പ്രവാചകൻ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ഒരു ബലിപീഠം ഉണ്ടാക്കി, അതിലേക്ക് ബലിവസ്തുക്കൾ മുഴുവനും വെച്ചിട്ട് ഏലിയ പ്രവാചകന് 12 കുടം വെള്ളം അതിന്റെ ചുറ്റുമായിട്ട് 3 വട്ടം അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? ഏലിയ പ്രവാചകൻ ആ ബലിപീഠത്തിന്റെ ചുവട്ടിൽ മുട്ടുകുത്തിയിട്ട് 2 കരവും വിരിച്ചു പിടിച്ച്, എന്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീയാണ് സത്യദൈവമെന്ന് ഈ ദൈവമക്കൾ അറിയേണ്ടതിന് ഇപ്പോൾ അഗ്നി ഇറക്കി ദഹിപ്പിക്കുക. എന്ത് സംഭവിച്ച മക്കളെ? അവിടെ അഗ്നി ഇറക്കി മാത്രമല്ല, ആ ദേശത്തിന്റെ വരൾച്ച മാറുന്ന രീതിയിൽ അവിടെ ഇഷ്ടം പോലെ മഴ ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, അവിടെ ഒരു ദൈവത്തിന്റെ കരുണയുടെ അഗ്നിയാണ് നമ്മൾ കാണുക. ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ദൈവജനം ചെയ്യേണ്ട 5 കാര്യമുണ്ട്. ഏലിയ പ്രവാചകൻ ചെയ്ത 5 കാര്യം ചെയ്തപ്പോഴാണ് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഭൂമിയിലേക്ക് ഇറങ്ങിയത്. എന്താ പ്രിയപ്പെട്ട
മലമുകളിലേക്ക് കയറി. 2 തകർന്നു കിടന്ന ബലിപീഠം 12 കല്ലുപയോഗിച്ചുകൊണ്ട് അത് നേരെയാക്കി. 3 ബലിവസ്തുക്കൾ മുഴുവനും വെട്ടി ആ ബലിപീഠത്തിന്റെ മുകളിൽ വെച്ചു. 4 12 കുടം വെള്ളം 3 വട്ടമായിട്ട് ബലിപീഠത്തിന്റെ ചുവട്ടിലൂടെ നടന്നുകൊണ്ട് ഒഴിച്ചു. 5-ാമത്തെ കാര്യം, യെരിയാ പ്രവാചകൻ ബലിപീഠത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കരമുയർത്തി പ്രാർത്ഥിച്ചു. 6-ാമത്തെ കാര്യം, ദൈവം നടത്തുകയാ കരുണയുടെ അഗ്നി ആ ദേശത്തേക്ക് ദൈവം ഒഴുക്കി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദത്തോടെ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. ഏതൊരു ക്രിസ്ത്യാനിയും ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഭൂമിയിൽ ഇറങ്ങി വന്ന് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യം തന്നെയാ. 1, താഴ്വര വിട്ട് മലയുടെ മുകളിലേക്ക് കയറണം. ഏതാ മക്കളെ താഴ്വര? പാപത്തിന്റെ താഴ്വര, അശുദ്ധിയുടെ താഴ്വര, അഹങ്കാരത്തിന്റെ താഴ്വര, അസൂയയുടെ താഴ്വര, വ്യഭിചാരത്തിന്റെ താഴ്വര, വികാരങ്ങളുടെ അല്ലെങ്കിൽ തിന്മയുടെ താഴ്വര. ഇപ്രകാരമുള്ള ഏതൊക്കെ താഴ്വരകളാണോ നിന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്, ഏതൊക്കെ താഴ്വരയിലാണോ നീ കിടക്കുന്നത്, ആ താഴ്വര ഉപേക്ഷിച്ച് അത് വിട്ടിട്ട് ദൈവമക്കള് യേശുക്രിസ്തുവാകുന്ന മലമുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാ അവന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ മലമുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാ? ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാ മലയുടെ മുകള്. ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലമാ മലമുകള്. ദൈവാനുഭവം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാ മലമുകള്. അത് മനസ്സിലാക്കണമെങ്കിൽ അബ്രാഹത്തിന് ദൈവാനുഭവം കിട്ടിയ സ്ഥലം ഏതാ? മോറിയ മലമുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ അബ്രാഹത്തിന് ദൈവാനുഭവം കിട്ടിയത്. മോശയ്ക്കും ദൈവാനുഭവം കിട്ടിയ സ്ഥലം എവിടെയാ പ്രിയപ്പെട്ടവരെ? ഹോറോബ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഇതാ മോശ പ്രവാചകനം എന്ന് കിട്ടിയത്, ദൈവത്തിന്റെ അനുഭവം കിട്ടിയ. വീണ്ടും ഏലിയ പ്രവാചകൻ കാർമൽ മലയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവാനുഭവം ഉണ്ടാകുക. പത്രോസ് താബോർ മലയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവാനുഭവം ഉണ്ടാവുക. ഈശോ ഗാഗുൽത്താ മലയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവാനുഭവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ബൈബിളില് മലമുകൾ എന്ന് പറയുന്നത് ദൈവാനുഭവം നിറഞ്ഞു നിൽക്കുന്ന, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കുക, പാപത്തിന്റെ, അശുദ്ധിയുടെ, തിന്മയുടെ, ജഡത്തിന്റെ, അഹത്തിന്റെ, അഹങ്കാരത്തിന്റെ ഏതൊക്കെ താഴ്വരയുണ്ടോ അതൊക്കെ ദൈവമക്കൾ ഉപേക്ഷിച്ചിട്ട് അവർ യേശുക്രിസ്തുവാകുന്ന മലമുകളിലേക്ക് കയറി ചെന്നാൽ മാത്രമേ ദൈവത്തിന്റെ കരുണയുടെ അഭിഷേകം സ്വന്തമാക്കാൻ സാധ്യമാകൂ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകത്തില് 59-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ? രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ സ്വരം കേൾക്കാനാവാത്ത വിധം എന്റെ ചെവിക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് തുടർന്ന് വന്ന വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ? നിന്റെ പാപങ്ങൾ നിന്നിൽ നിന്ന് എന്നെ അകറ്റിയിരിക്കുന്നു, നിന്റെ അകത്യങ്ങൾ നിന്നിൽ നിന്ന് എന്റെ മുഖം ഞാൻ മറച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ കരുണ പലപ്പോഴും ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം, ദൈവത്തിന്റെ കരുണയുടെ അഗ്നി നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും വരാത്തതിന്റെ കാരണം പാപമാകുന്ന കൂട്ടുകെട്ട്, പിശാചുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ ഈ കാലഘട്ടത്തിന്റെ പല മക്കളും തയ്യാറാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവ് ഈ വർഷം കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത് പാപം ചെയ്ത് അവസാനം കരുണയെ ആശ്രയിക്കാനല്ല മക്കളെ, പാപത്തിനും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയല്ല ഈ പരിശുദ്ധ പിതാവ് ഈ വർഷം കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. മറിച്ച് ദൈവമക്കള് പാപം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയെ കെട്ടിപ്പിടിക്കാനാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ? എന്റെ ദൈവത്തിന്റെ എന്റെ നാമം പേറുന്ന ജനം ആദ്യം എന്നെ അന്വേഷിക്കണം, 2 സ്വയം എളിമപ്പെടണം, 3 ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കണം, അപ്പോൾ ഞാൻ അവന്റെ പ്രാർത്ഥന കേട്ട് അവനെ രക്ഷിക്കും. എപ്പോഴാ തമ്പുരാൻ പ്രാർത്ഥന കേട്ട് രക്ഷയും കരുണയും തരുന്ന സമയം എപ്പോഴാ? ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നാമം പേറുന്ന ജനം ദൈവത്തെ ഒന്ന് അന്വേഷിക്കണം, 2 സ്വയം എളിമപ്പെടണം, 3 ദുർമാർഗങ്ങൾ എന്ന് വെച്ചാൽ പാപത്തിന്റെ മാർഗങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഏതൊക്കെ ദൈവമക്കള് ദൈവത്തിന്റെ മുന്നിൽ ദൈവ കരുണയ്ക്ക് വേണ്ടി വിളിച്ചോ, ദൈവം ആ മക്കളിലേക്ക് കരുണയുടെ അഗ്നി ഒഴുക്കാൻ തുടങ്ങും. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 91-ാം സങ്കീർത്തനം 14-ാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ? അവൻ സ്നേഹത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ഒട്ടി നിന്നാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും എന്ന് വെച്ചാല് തമ്പുരാന്റെ
ദൈവത്തിന് ഒട്ടി നിൽക്കാനായിട്ട് സാധ്യമാകണമെങ്കിൽ പാപത്തെയും പിശാചിന്റെ മാർഗങ്ങളെയും ഉപേക്ഷിക്കണം. അപ്രകാരം ദൈവത്തിലേക്ക് ഒട്ടി നിൽക്കുമ്പോൾ എന്റെ തമ്പുരാന്റെ കരുണയുടെ അഭിഷേകം കൂടി സ്വന്തമാക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ചുരുക്കത്തിൽ മക്കളെ, കരുണയുടെ കവാടത്തിലൂടെ കയറിയാൽ മാത്രം പോരാ, കരുണയുടെ ജപമാല മാത്രം ചൊല്ലിയാൽ പോരാ, കരുണയുടെ ജപം മാത്രം ചൊല്ലിയാൽ പോരാ, കരുണയുടെ നൊവേന മാത്രം ചൊല്ലിയാൽ പോരാ. ഏതൊക്കെ ദൈവമക്കള് തന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന പാപത്തിന്റെ താഴ്വര, അത് ആ സുഖം, ആ സന്തോഷം ആരൊക്കെ വേണ്ട എന്ന് വെക്കുന്നുവോ അവർ ദൈവത്തിൽ ആശ്രയിച്ചോ എന്ത് കിട്ടിയിരിക്കും? ദൈവത്തിന്റെ കരുണയുടെ അഗ്നി അവരുടെ കുടുംബത്തിൽ എത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 ആഴ്ച മുമ്പ് ഞാൻ ആലപ്പുഴ സൈഡിൽ ഒരു പള്ളി ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കാണാൻ സംസാരിക്കാനായിട്ട് വന്നു. ഈ സ്ത്രീയുടെ ജീവിത പങ്കാളി മരിച്ചു പോയിട്ട് ഏകദേശം 9 വർഷമായി. ഈ സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞ കാര്യപ്രകാരമാ, അച്ഛാ എന്റെ മൂത്ത പെൺകൊച്ച് അവൾ ഒരു മുസ്ലിം കുട്ടിയുടെ കൂടെ, ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിന്റെ ഭാരമൊന്നും മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടും എന്ത് ചെയ്താ നടക്കുന്നില്ല അച്ഛാ. 2ാമത്തെ മകൻ അവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഒരു കൊട്ടേഷൻ സംഘത്തിലൊക്കെ വീണിങ്ങനെ കിടക്കുക. അവനെ രക്ഷിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് എന്തോരം പരിശ്രമിച്ചിട്ടും എനിക്ക് നടക്കുന്നില്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയെ കുറെ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുറെ കടബാധ്യതയുണ്ട് അച്ഛാ. ഈ 100 പ്രശ്നമായിട്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ മുന്നിൽ പോയിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനയ്ക്ക് എന്നാ അച്ഛാ ഒരു ഉത്തരം ഈ തമ്പുരാൻ തരാത്തെ? എന്റെ കുടുംബത്തിൽ മാത്രം എന്നാ അച്ഛാ ഇതുപോലെ ദുരിതങ്ങള്? എനിക്ക് ദൈവം തന്ന കൊച്ചങ്ങൾ എന്നാ അച്ഛാ ഇതുപോലെ നശിക്കാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പ്രകാരം പറഞ്ഞ് കുറെ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ തന്റെ ജീവിതത്തിലെ മനസ്സൊന്ന് പതുക്കെ വീണ്ടും തുറന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യപ്രകാരമാ. ഈ ചേച്ചി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ, ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ വേറൊരു ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമാ. ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ പലപ്പോഴും ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നിട്ട് ചേച്ചി എല്ലാ ഞായറാഴ്ചയും പോയി കുർബാനയിൽ പങ്കുചേരാറുണ്ടോ? ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും നോമ്പെടുക്കാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പള്ളി പോകാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലാറുണ്ട് അച്ഛാ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ സ്ത്രീ അതിനെ കുറിച്ച് ന്യായീകരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ. അദ്ദേഹത്തിന് ജീവിത പങ്കാളിയില്ല, എനിക്കും ജീവിത പങ്കാളിയില്ല, പിന്നെ ഞങ്ങൾ തമ്മിൽ മനസ്സ് വെച്ചുകൊണ്ട് ഒരുമയോടുകൂടി കല്യാണം കഴിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അച്ഛാ. ഇങ്ങനെ ജീവിച്ചപ്പോൾ തന്നെ കുഴപ്പം. ഈ കാലഘട്ടത്തിന്റെ പലർക്കുമുള്ള തെറ്റായ ഒരു കാഴ്ചപ്പാടാ. ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ സുഖങ്ങളും കയറി കെട്ടിപ്പിടിച്ചിട്ട് ചെയ്തു കൂട്ടുന്ന പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് തടങ്ങൽ ഉണ്ടാക്കുന്ന മക്കള്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നുണ്ട് മക്കളെ, എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട്, എല്ലാവർക്കും ജപമാലയുണ്ട്, എല്ലാവരും കരുണക്കൊന്ന് ചെല്ലാറുണ്ട്, എല്ലാവരും പരിശുദ്ധ ബലിയർപ്പിക്കാറുണ്ട്. ഇന്ന് ഒത്തിരി അമ്മമാരും വെള്ളിയാഴ്ച ദിവസങ്ങൾ നോമ്പെടുക്കാറുണ്ട്. പക്ഷേ തന്റെ ജീവിതത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ചില താഴ്വരയുടെ പാപസുഖങ്ങള് അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. എന്നിട്ട് ആ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന അനേകം കുടുംബത്തിൽ അമ്മമാരും അപ്പച്ചന്മാരും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെയും ജീവിതം ഏകദേശം ഇങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പച്ചന്മാര് ചിന്തിച്ചു നോക്കിക്കേ. ഞായറാഴ്ച ദിവസം ഇവിടെയുള്ള ഓരോ അപ്പച്ചന്മാരും ഇവിടെ വന്നോ നിങ്ങളുടെ ഇടവക പള്ളിയിലോ പോയി ബലിയർപ്പിക്കാറുണ്ട്. എന്നിട്ടോ ജീവനുള്ള യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തിൽ ഇറങ്ങി വീട്ടിൽ ചെന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, നിർവീര്യമാക്കുന്ന മദ്യമെന്ന് പറയുന്ന പാപത്തെ നീ കേറി കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നീയും ആ ചേച്ചിയും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ? ശ്രീമക്കൾ വീണ്ടും ചിന്തിച്ചേ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊക്കെ ഞായറാഴ്ച ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കാറുണ്ട്, ജീവനുള്ള യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാറുണ്ട്. എന്നിട്ട് ദേവാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആഴ്ചകളായി, ദിവസങ്ങളായി, മാസങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തിയുമായിട്ടൊന്ന് രമ്യപ്പെട്ട് സ്നേഹിക്കാൻ തയ്യാറാകാതെ മുഖം മാറ്റിക്കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോയാൽ നീയും ആ ചേച്ചിയും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ? മക്കളെ, നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് കേട്ടോ. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും മുട്ടുകുത്തിയൊക്കെ സ്ഥിരം കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട്. മറു സൈഡില് കാണപ്പെട്ട ദൈവമായ മാതാപിതാക്കളെ വേദനിപ്പിച്ച് അവരുടെ കണ്ണീര് വീഴ്ത്തി അവരെ ദുഃഖിപ്പിച്ച് അവരെ കരയിപ്പിച്ചുകൊണ്ടാണ് മറു സൈഡിൽ നീ ജീവിക്കുന്നതെങ്കിൽ നീയും ആ ചേച്ചിയും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതിന് ചുറ്റുപാടുമുള്ള സകല മക്കളും ഈ ആലയത്തിൽ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഞായറാഴ്ച വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, സാധിക്കുമ്പോഴൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്.
മറു സൈഡില് ഏതൊക്കെ ജഡിക പാപങ്ങൾ ഉണ്ടോ, ഏതൊക്കെ ജഡിക പാപ അഭിലാഷങ്ങളുണ്ടോ, സുഖങ്ങളുണ്ടോ, അതിനെ മുഴുവനും കെട്ടിപ്പിടിച്ച് അത് ഉപേക്ഷിക്കാൻ തയ്യാറാകാതെയാണ് നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നീയും ആ ചേച്ചിയും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ. തമ്പുരാൻ കർത്താവ് ഇങ്ങനെയുള്ളവരെ തമ്പുരാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ കപട നാട്ടിക്കാരാ, കപട ഭക്തരെ വചനപ്രകാരം പഠിപ്പിക്കുക. കപട നാട്ടിക്കാരായ ഫരിസയരെ സദുക്കാരെ നിങ്ങൾക്ക് ദുരിതം, കാരണം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാ, നിങ്ങളുടെ പുറം ശുദ്ധമാ, അകമോ ഉണ്ട്. മക്കളെ, അനേകം ദൈവമക്കള് പള്ളി പോകും, പുറമേ നിന്ന് നോക്കി എല്ലാവരെയും കാണാൻ നല്ലതാ, എല്ലാവരും പുറം നല്ല ശുദ്ധമാ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഹൃദയം മുഴുവനും തിന്മ നിറച്ചുകൊണ്ട് പുറം മാത്രം ശുദ്ധമാക്കി ഏതൊക്കെ ദൈവമക്കള് അത് ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ നീ പിടിക്കുന്ന പ്രാർത്ഥന മുഴുവനും ചടങ്ങാ. മക്കളെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കരുണയുള്ള അപ്പച്ചനായി അപ്പച്ചൻ. പക്ഷേ നീ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ട് ആവശ്യങ്ങൾ നിർത്താൻ തുടങ്ങുമ്പോൾ ഈ തമ്പുരാൻ കർത്താവ് നിന്നോട് ചോദിക്കുന്ന ഒരു കൊച്ചു ചോദ്യമുണ്ട്. മറ്റൊന്നുമല്ല, കൊച്ചേ, ആ കാപട്യത്തിന്റെ മുഖം മൂടി ഒന്ന് അടിച്ചു വെച്ചിട്ട് എളിമപ്പെട്ട് എന്റെ അടുത്ത് നിന്നുകൂടെ? വൈകുന്നേരങ്ങളിൽ മുട്ടുകൊത്തി പ്രാർത്ഥിക്കാനായിട്ട്, ജപമാല ചൊല്ലാനായിട്ട് മുട്ടുകൊത്തുമ്പോൾ എന്റെ തമ്പുരാൻ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാ, കൊച്ചേ, നിന്റെ കാപട്യത്തിന്റെ മുഖം മൂടി ഒന്ന് അടിച്ചു വെച്ചിട്ട് എളിമപ്പെട്ട് എന്റെ മുന്നിൽ ഒന്ന് നിന്നുകൂടെ? മക്കളെ, ഹൃദയം ശുദ്ധമാക്കാതെ ഈ കാപട്യത്തിന്റെ മുഖം മൂടിയും വെച്ച് കുറെ പാപങ്ങളെ കെട്ടിപ്പിടിച്ച് അത് ഉപേക്ഷിക്കാനും തയ്യാറാകാതെ നമ്മൾ ഈ ലോകത്ത് ഏതൊക്കെ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും അവിടെ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, തമ്പുരാൻ കർത്താവ് പ്രാധാന്യം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല മനുഷ്യന്റെ ഹൃദയമാണ്. വചനം പഠിപ്പിക്കുന്നല്ലോ, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ 8-ാമത്തെ വചനം പഠിപ്പിക്കുക. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ 18-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, സകല പാപങ്ങളും മുളയെടുക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, വ്യഭിചാരം, കള്ളസത്യം, കള്ളസാക്ഷ്യം, പരദൂഷണം, സകല തിന്മകളും മുളയെടുക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന്. ഹൃദയമാണ് ശുദ്ധമാക്കണ്ടേ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, യോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ 12-ാമത്തെ വചനം പഠിപ്പിക്കുക, നിന്റെ വസ്ത്രമല്ല കീറേണ്ട, മറിച്ച് നിന്റെ ഹൃദയമാ. അതുകൊണ്ട് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാമത്തെ 7-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ നിന്റെ ഹൃദയപാപത്തിലും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ 9-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാണ്, നീ സ്വയം ശുദ്ധീകരിക്കുക. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിൽ മറ്റാരും കാണാതെ നീ ഒളിച്ചു വെച്ച് കിടക്കുന്ന, കെട്ടിപ്പിടിച്ചിരിക്കുന്ന പാപമാകുന്ന താഴ്വര ഏതൊക്കെ ദൈവമക്കൾ ഉപേക്ഷിക്കാൻ തയ്യാറായിക്കോ അവർക്ക് മാത്രമേ എന്റെ തമ്പുരാന്റെ കരുണയുടെ അഗ്നി കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ സാധ്യമാവൂ. വിശ്വാസമുണ്ടെങ്കിൽ ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധ പിതാവ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടല്ല മക്കളെ, മറിച്ച് പാപം ഉപേക്ഷിച്ച് ദൈവകരുണയെ ആശ്രയിക്കാനാ. പറഞ്ഞേ ഹല്ലേലൂയാ. 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 എലിയ പ്രവാചകൻ ചെയ്ത ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല, പാപത്തിന്റെ താഴ്വര വിട്ട് പ്രാർത്ഥനയാകുന്ന ദൈവ സാന്നിധ്യമാകുന്ന മലമുകളിലേക്ക് കയറി. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം, പാപത്തിന്റെ താഴ്വര വിട്, യേശുക്രിസ്തുവാകുന്ന മലയുടെ മുകളിലേക്ക് കയറി ആ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെ കയറി കെട്ടിപ്പിടിച്ചാൽ അവന്റെ ജീവിതത്തിലേക്ക് എന്റെ തമ്പുരാന്റെ കരുണയുടെ അഗ്നി ഇറങ്ങി വന്നിരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ പറയാമോ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത് ഏലിയ പ്രവാചകൻ ചെയ്ത് കല്ലുപയോഗിച്ചുകൊണ്ട് ബലിപീഠത്തിന്റെ കേട് മാറ്റി. 12 കല്ലുപയോഗിച്ചുകൊണ്ട് ബലിപീഠത്തിന്റെ കേട് മാറ്റി. എന്താ മക്കൾ ഇതിന്റെ അർത്ഥം? മനുഷ്യന്റെ ജീവിതത്തില് പൊട്ടി തകർന്നിരിക്കുന്ന ഏതൊക്കെ ബന്ധങ്ങളാണോ ഉള്ളത്, ആ ബന്ധങ്ങളെ മുഴുവനും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒന്നാക്കി കഴിയുമ്പോഴാ അവന്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങുക. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവമക്കളെ മനസ്സിലാക്കുക, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനായിട്ട് സാത്താൻ അനുഭവിക്കാൻ തടസ്സമാക്കിക്കൊണ്ട് സാത്താൻ ഒരുക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള മാരകമായ കെണിയാണ് സത്യത്തിൽ മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന വെറുപ്പ്.
ദൈവത്തിന്റെ കരുണയെ അനുഭവിക്കാനും പറ്റില്ല, ദൈവത്തിന്റെ കരുണയെ ആശ്രയിക്കാൻ അവർക്ക് പറ്റില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാരകപാപവും വെറുപ്പ, ഏറ്റവും വലിയ കരുണയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന മാരക ശക്തിയും അതും വെറുപ്പ് തന്നെയാ. പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മക്കളെ ഇത് ഏറ്റവും വലിയ മാരക ശക്തി, കരുണയ്ക്ക് എതിരായിട്ടുള്ള ശക്തിയാകാൻ കാരണം എന്താ? യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ കൽപ്പനയെ വെട്ടിനുറുക്കി കളയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യമാണ് മനുഷ്യന്റെ മനസ്സിൽ കിടക്കണ വെറുപ്പ്. ഏതാ മക്കളെ രണ്ടാമത്തെ കൽപ്പന? നിന്നെ പോലെ തന്നെ അയൽക്കാരനെ. ഈ കാണുന്ന കൽപ്പനയെ വെട്ടിനുറുക്കി കളയുന്ന ഏറ്റവും മാരക ശക്തിയുള്ള കാര്യമാണ് ഏത്? മനുഷ്യന്റെ മനസ്സിൽ കിടക്കണ വെറുപ്പ്. എന്റെ പ്രിയപ്പെട്ട മക്കളൊന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങളൊക്കെ പത്രത്തിൽ ഓരോ വാർത്ത കാണുമ്പോൾ, വാർത്ത കേൾക്കുമ്പോഴൊക്കെ പലപ്പോഴും ചിന്തിക്കാറില്ല, ഇവരുടെയൊക്കെ മനസ്സ്, ഇവരുടെയൊക്കെ ഹൃദയം ഇത്രമാത്രം മരവിച്ചു പോയല്ലോ, കഠിനമായി പോയല്ലോ. എങ്ങനെയാ മക്കളെ ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ ഹൃദയം കഠിനമാകാനും മരവിക്കാനും തുടങ്ങുന്ന എപ്പോഴാ? ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ. ഒരു ക്രിസ്ത്യാനി വെറുപ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പോയി പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് അധരം നീട്ടിയാൽ അവർക്ക് യേശുക്രിസ്തുവിനെ കിട്ടുന്നുമില്ല, മറിച്ച് അവരുടെ മനസ്സാക്ഷി മരവിച്ച് ഹൃദയം കഠിനമാകാനും തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. സാത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണി എന്താണെന്നറിയാമോ? വെറുപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് കരുണയുടെ ഏറ്റവും വലിയ സങ്കേതമായ കുമ്പസാരക്കൂടിനെ കെട്ടിപ്പിടിക്കാനും പരിശുദ്ധ ബലിയെ കെട്ടിപ്പിടിക്കാനും ഈ സാത്താൻ ദൈവജനത്തെ അനുവദിക്കില്ല. കരുണയൊഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലയാ, ഒന്ന് കുമ്പസാരക്കൂട്, രണ്ട് പരിശുദ്ധ ബലി. ഈ രണ്ട് കാര്യത്തെ കെട്ടിപ്പിടിക്കാൻ സാത്താൻ എന്ത് ചെയ്യില്ല? വെറുപ്പ് ഉപേക്ഷിച്ചിട്ട് ഇതിനെ കെട്ടിപ്പിടിക്കാൻ ദൈവജനത്തെ സമ്മതിക്കില്ല. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഞങ്ങൾക്കാ. കാരണം ഇന്ന് കുമ്പസാരക്കൂട്ടിൽ ദൈവമക്കൾ വന്നു കഴിഞ്ഞാൽ ആരും പറയാത്ത ഒരു കാര്യമാണ്, അച്ഛാ ഞങ്ങൾക്ക് വെറുപ്പുണ്ട്. ഇന്ന് ആരും തന്നെ പറയാറില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ, പറഞ്ഞാൽ അച്ഛൻ കൊടുക്കുന്ന ഉപദേശം എന്നാ? എത്രയും പെട്ടെന്ന് ഇത് കഴിയുമ്പോൾ തന്നെ നീ ആ വ്യക്തിയുമായിട്ട് പോയി രമ്യപ്പെട്. നിങ്ങൾ എന്നാ പറയും? ഊവച്ച. എന്നിട്ടോ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലും, 5 സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ പറയുകയും ത്രിസ്തുതിയും ചൊല്ലി പതുക്കെ വീട്ടിലേക്ക് പോകും. ആരുടെ വീട്ടിലേക്കാ പോകുന്നേ? സ്വന്തം വീട്ടിലേക്ക്. അല്ലാതെ പോയി രമ്യപ്പെടാറുണ്ടോ? രമ്യപ്പെടാത്തിടത്തോളം കാലം നിനക്ക് ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനും പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കുണ്ടോ മക്കളെ ആരോടെങ്കിലും വെറുപ്പ്? പ്രിയപ്പെട്ടവരെ, വെറുപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് 3 കാര്യം പരിശോധിച്ചാൽ മതി. ഒന്ന്, നിനക്ക് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ ഉള്ളിന്റെ ഉള്ളിൽ അല്പം വിഷമമുണ്ടോ? 2, ചിലവരോട് മാത്രം ആത്മാർത്ഥമായിട്ടൊന്ന് സംസാരിക്കാൻ ഉള്ളിന്റെ ഉള്ളിൽ അല്പം വിഷമമുണ്ടോ? 3, ചിലവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കാൻ ഉള്ളിന്റെ ഉള്ളിൽ അല്പം വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആ കുടുംബത്തോട് അല്ലെങ്കിൽ ആ മക്കളോട് വെറുപ്പ് കിടപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. 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 വെറുപ്പെന്ന് പറയുന്ന കരുണയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നും 5 കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. കരുണയ്ക്കെതിരായ 5 കാര്യങ്ങൾ. 1, മറ്റുള്ളവന്റെ തിന്മ കാണാൻ അതിശക്തമായ വെമ്പൽ. 2, മറ്റുള്ളവന്റെ തിന്മ എപ്പോഴും വാ തുറന്നാ പറയുന്നു. 3, മറ്റുള്ളവന്റെ തിന്മ കേൾക്കാൻ ഭയങ്കര കൊതി. 4, മറ്റുള്ളവരുടെ തിന്മ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും. 5, തിന്മയിൽ ജീവിക്കും. ആരുടെ കാര്യമാ? കരുണയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ദൈവ പൈതലിൽ നിന്നും എതിരായിട്ട് വരുന്ന കാര്യമാണ്. കരുണയോടുകൂടി കാണാൻ പറ്റുന്നില്ല അവർക്ക്, കരുണയോടെ സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക്, കരുണയോടെ മറ്റുള്ളവരെ കേൾക്കാൻ പറ്റുന്നില്ല, കരുണയോടുകൂടി ചിന്തിക്കാൻ പറ്റുന്നില്ല, കരുണയിൽ ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇന്നീ കാലഘട്ടത്തില് ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ കരുണയോടുകൂടി സ്വന്തം കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ കാണാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കൂട്ടരാണെന്നറിയാമോ? ഈ സാധനങ്ങളാ. ശരിയല്ലേ അമ്മമാരെ? നിങ്ങൾ ശരിക്കും ചിന്തിച്ച്, ജീവിത പങ്കാളിയില് 90% നന്മയുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ 10% പോക്കവര്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പല ദൈവമക്കളും ജീവിത പങ്കാളിയിലുള്ള 90% നന്മ കാണാതെ ആ 10% തിന്മ മാത്രം കണ്ടിട്ട് അതിനെ അങ്ങോട്ട് കുത്താൻ അങ്ങോട്ട് തുടങ്ങും. അതിനെ കുത്തി ഉള്ള ബാറിക്കൊണ്ട് കെട്ടിയതിനു ശേഷം പിന്നെ കരുണയുടെ കവാടത്തിലൂടെ കടന്നു വന്നിട്ടുള്ള പിടുത്ത ചിന്തിച്ചു നോക്ക.
ചില സ്ത്രീകളുണ്ട് കേട്ടോ, ദൈവം ദാനമായിട്ട് കൊടുത്തിരിക്കുന്ന തന്റെ മക്കളെ കുറിച്ച് ഒരു നന്മ പോലും പലപ്പോഴും പറയില്ല. ഒരച്ഛനെ കണ്ടോട്ടെ, ഒരു കന്യാസ്ത്രീയെ കണ്ടോട്ടെ, ഒരു ബ്രദറിനെ കണ്ടോട്ടെ, തന്റെ ദാനമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആ കൊച്ചിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുമോ അപ്രകാരം വിളിച്ചു പറഞ്ഞ് ആ കൊച്ചിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പോലും കൊടുക്കാതെ ആ കൊച്ചിന്റെ മനസ്സിന് മുറിവ് മാത്രം കൊടുക്കുന്ന അനേക സ്ത്രീകൾ ഇന്ന്. വേറെ ചില സ്ത്രീകളുണ്ട്, സ്വന്തം കുടുംബം കുട്ടിച്ചോറും നരകതുല്യമാണെങ്കിലും തൊട്ടയൽവക്കത്തെ കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്നാ പറയണേ, ചേട്ടാ ആരൊക്കെയോ വന്നു പോകുന്നുണ്ട് കേട്ടോ. അയൽവക്കക്കാരുടെ കുറവുകൾ മാത്രം കണ്ടുപിടിച്ച് അവരോട് കരുണയോടുകൂടി പെരുമാറാൻ പറ്റാതെ അതൊരു നോട്ടീസായി അടിച്ചറക്കുന്ന അനേക സ്ത്രീകൾ. വേറെ ചില സ്ത്രീകൾക്ക് ഒരു ഗുണമുണ്ട്, ഇതാ അച്ഛൻ്റെ ഇവിടെ എങ്ങാനും ഒരു ചെറിയ കറുത്ത പാടി ഉടുപ്പാനുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛ കറുപ്പ്. എന്നിട്ട് നാട്ടുകാരോട് പറയണ, നാട്ടുകാരെ വാ വാ കറുപ്പ് എന്ന് വെച്ചാൽ അച്ഛന്മാരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് ലോകത്ത് മുഴുവനും പാട്ടാക്കി അച്ഛന്റെ സൽപ്പേര് കളയുന്ന, അച്ഛനെ നശിപ്പിക്കുന്ന, അച്ഛനെ കരയിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇടവക പള്ളിയിൽ നിന്ന് പോലും ഇറക്കി വിടുന്ന അനേക സ്ത്രീകള്. ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ നിന്റെ ഹൃദയത്തില് വെറുപ്പെന്ന് പറയുന്ന മാരക പാപം കിടക്കുന്നതിന്റെ ഫലമായിട്ട് സ്വന്തം ജീവിത പങ്കാളിയോട് നിനക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, സ്വന്തം മക്കളോട് നിനക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, സ്വന്തം അയൽവക്കക്കാരോട് നിനക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, സ്വന്തം ഇടവകയിലെ വികാരിയച്ചോട് നിനക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കൂടപ്പുറപ്പിനോട് നിനക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? നിന്റെ ഉള്ളിൽ വെറുപ്പെന്ന് പറയുന്ന കരുണയ്ക്ക് തടസ്സമായ ഏറ്റവും ശക്തമായ പാപത്തെ നീ ഉപേക്ഷിക്കാനും തയ്യാറാകാതെ കെട്ടിപ്പിടിച്ചേക്കുവാ. പറഞ്ഞേ ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അനേകം മക്കള് 10 വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ പേർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് കരുണയുടെ വർഷത്തില്, കുറെ പേർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നുണ്ട്, കുറെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ ചോദ്യം ഇതാ പ്രിയപ്പെട്ടവരെ, ഇത്രയും നാളെ കൂടെ ജീവിച്ച നിന്റെ ജീവിത പങ്കാളിയോട് ഈ ഒരു വർഷത്തിൽ നിനക്ക് അല്പം കരുണ കാണിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നീ എന്തുട്ട് കരുണയുടെ വർഷം ആചരിച്ചേ? നിന്റെ മക്കളോട് അല്പം കരുണ കാണിച്ച് പെരുമാറാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ എന്തുട്ട് കരുണയുടെ വർഷം ആചരിച്ചേ? നിന്റെ തൊട്ട അയൽവക്കക്കാരോട് അല്പം കരുണ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നീ എന്തുട്ട് കരുണയെ ആചരിച്ചേ? നിന്റെ ഇടവക വൈദികരോട് അല്പം കരുണ കാണിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നീ എന്തുട്ട് കരുണയെ ആചരിച്ചേ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് കുറെ കാര്യം ചെയ്തു കൊടുക്കാൻ എളുപ്പ, അത് പത്രത്തിലും വരും, അത് നാട്ടുകാർ അറിയുകയും ചെയ്യും. പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ളവരോട് കരുണ കാണിക്കാൻ തുടങ്ങുമ്പോഴാ എന്റെ തമ്പുരാന്റെ കൃപ ആ കുടുംബത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുക. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് സ്ത്രീകളെ, ഞാൻ നിങ്ങളോട് പറയാ, ഇപ്പൊ തൊട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എന്റെ കുടുംബത്തിലുള്ളവരോടെങ്കിലും ഒന്ന് കരുണയോടെ പെരുമാറാൻ എന്നെ ഒന്ന് പഠിപ്പിക്കുക, എന്നെ ഒന്ന് പഠിപ്പിക്കുക. കുറെ പ്രാർത്ഥന ചെയ്യാൻ മാത്രം പോരാ മക്കളെ, കരുണയോടുകൂടി പെരുമാറാനുള്ള ഒരു കൃപയും അഭിഷേകവും ശക്തിയും ഈ 20-ാം തീയതിക്ക് മുമ്പ് നീ ഒന്ന് പിടിച്ചു വാങ്ങിക്കുക തമ്പുരാന്റെ കയ്യിൽ നിന്ന്. അതോടുകൂടി നിന്റെ കുടുംബത്തിലേക്ക് തമ്പുരാന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ തുടങ്ങും. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശിവനോട് പറഞ്ഞേ ഹല്ലേലൂയാ. അച്ഛന്മാരെ, നമ്മൾ മോശമല്ല. നിങ്ങൾ തിരിച്ചറിയുക, ഇന്ന് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കൂട്ടര് സ്ത്രീകളാ. ഒരപ്പച്ചൻ കുടുംബത്തിൽ കിടന്ന് അധ്വാനിക്കുന്നതിനേക്കാളും 6 മടങ്ങ് കൂടുതൽ ഒരു സ്ത്രീ കുടുംബത്തിൽ കിടന്ന് അധ്വാനിക്കുന്നുണ്ടെന്നാ പറയണേ. ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ, കുടുംബത്തില് അടിമപ്പണി ചെയ്യുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് പണിയെടുക്കുന്ന ചില അമ്മമാര്. അപ്പച്ചാ, നിനക്കൊരു രോഗം വന്നാല് നിനക്ക് രാവിലെ മൂടി പൊതിച്ച് കിടന്നാ മതി. പക്ഷെ നമ്മുടെ കുടുംബത്തിലെ അമ്മമാരുടെ ജീവിതത്തിലെ ഒരു പനി വന്നാലുണ്ടല്ലോ, 102 ഡിഗ്രി ആകട്ടെ 103 ഡിഗ്രി പനിയുണ്ടെങ്കിലും നമ്മുടെ അമ്മ രാവിലെ 5:30 അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകും. ഇന്ന് റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്ന ഏകകൂട്ടര് നമ്മുടെ അമ്മമാരാ. കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാ. ഒരു അടിമയെ പോലെ ഇതുപോലെ കിടന്നിട്ട് പണിയെടുത്തിട്ടും ഇപ്രകാരം പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ പതറിയിട്ട് അല്പം ഉപ്പ് കൂടുകയോ എരിവ് കൂടുകയോ ചെയ്തതിന്റെ ഫലമായിട്ട് നിന്റെ കുടുംബത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലഹങ്ങൾ സംജാതമാക്കുന്നുണ്ടെങ്കിൽ നീ എന്തുട്ടാ നിന്റെ ജീവിത പങ്കാളിയോട് കരുണ കാണിച്ചേക്കണേ? പ്രിയപ്പെട്ടവരെ, നല്ല മുണ്ട് കൊടുത്തുകൊണ്ട് ദേവാലയത്തിൽ വന്ന് മുട്ടേക്കയറി ചുറ്റി നടന്നിട്ട് കരുണയുടെ ജപമാല ചൊല്ലാൻ എളുപ്പാ. പക്ഷേ നിന്റെ കുടുംബത്തിന് അടിമയെ പോലെ പണിയെടുക്കുന്ന ജീവിത പങ്കാളിയോട് അല്പം ചേർത്ത് പിടിക്കാൻ കരുണ കാണിക്കാനായിട്ട് നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ കരുണയുടെ വർഷത്തിൽ നീ എന്ത് ചെയ്തു? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയുക,
കരുണയുടെ വർഷത്തില് ബന്ധങ്ങൾ ശരിയാക്കണം. ഉള്ള ബന്ധങ്ങൾ അല്പം കൂടി കരുണയോടുകൂടി പെരുമാറി ആഴത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരുണ അഗ്നി ഇറങ്ങുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ചില വ്യക്തികൾ പങ്കുവെക്കുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ കാണാൻ പറ്റും ഒരു വ്യക്തിയെ കുറിച്ച് പോലും നന്മ പറയില്ലാത്ത വ്യക്തികള്, ഒരു വ്യക്തിയുടെ പോലും നന്മയെ കണ്ടെത്താൻ പറ്റാത്ത വ്യക്തികള്. എന്തുകൊണ്ടാ? ഉള്ളിൽ വെറുപ്പുണ്ടോ അവർക്ക് നന്മ കണ്ടെത്താൻ പറ്റില്ല. മക്കളെ തിരിച്ചറിയണമെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുത്തേ, കുറെ ഉമ്മ കൊടുത്തേ, എന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കേ, പിറ്റേ ദിവസം എടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തേ, ഒട്ടം കീറിട്ട് അതിന്റെ കൂടെ നീര് പിഴിഞ്ഞെടുത്ത് കുടിക്കുക. എന്നിട്ട് നീര് കിട്ടും, പുളിനീരാ കിട്ടുള്ളൂ എത്രയും ഉമ്മ കൊടുത്താലും. എന്നാൽ ഒരു തെങ്ങിൽ കയറി കരിക്ക് വെട്ടി താഴെ ഇട്ടിട്ട് വാട്ടം പൊട്ടിച്ച് ഉള്ളിലെ വെള്ളം എടുത്ത് കുടിച്ച് എന്ത് വെള്ളം കിട്ടും? മധുര നീര്. ഉള്ളിൽ എന്തുണ്ടോ അതാ പുറത്തു വരുവുള്ളൂ. നിന്റെ ഉള്ളിൽ ദൈവിക കരുണയുണ്ടെങ്കിൽ മാത്രമേ നിന്റെ അതരത്തിലൂടെ നന്മയുടെ കാര്യങ്ങൾ പുറത്തു വരൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് എന്തൊട്ട് യോഗ്യതയാ മക്കളെ മറ്റൊരാളുടെ കുറ്റം പറയാനായിട്ട്? എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? തമ്പുരാൻ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ടല്ലോ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിന്റെ കാലിന്റെ ചുവട്ടിക്കൊണ്ടിട്ടിരിക്കുക. കരുണ കാണിക്കാത്ത കുറെ അമ്മമാര് കല്ലും പിടിച്ച് നോക്കി നിൽക്കുക. അമ്മമാര് പറയുന്ന കാര്യം എന്താ? നമ്മുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, കൊല്ലട്ടെ. കരുണയുടെ പിതാവ് എന്നാ ചെയ്തേ? പതുക്കെ മുഖം തുറന്നിട്ട് മുഖം ഉയർത്തിയിട്ട് ഒരു നോട്ടം നോക്കി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ മുഖത്തേക്കല്ല, കല്ലുമായിട്ട് നിക്കണവന്മാരുടെ മുഖത്തേക്കല്ല, മറിച്ച് കല്ലുമായിട്ട് നിക്കണവന്മാരുടെ ഹൃദയത്തിലേക്ക് എന്റെ തമ്പുരാൻ കർത്താവ് ഒരു നോട്ട. എന്താ ഈശോ കണ്ടേ? ഇന്നലെ ഈ പെൺകൊച്ചുമായിട്ട് വ്യഭിചാരം ചെയ്തവനാ ഏറ്റവും വലിയ കല്ലും പിടിച്ച് നിൽക്കുക. സ്വന്തം പെറ്റമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്തവൻ കല്ലും പിടിച്ച് നിൽപ്പ. സ്വന്തം കൂടപ്പുറപ്പിനോട് സ്നേഹം കാണിക്കാത്തവൻ കല്ലും പിടിച്ച് നിൽപ്പ. ജീവിത പങ്കാളിയോട് അവിശ്വസ്ത കാണിച്ചവൻ കല്ലും പിടിച്ച് നിൽപ്പ. തെറ്റായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയവൻ കല്ലും പിടിച്ച് നിൽപ്പ. തമ്പുരാൻ കർത്താവ് ചോദിക്കുക, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഈ പെൺകൊച്ചിനെ കല്ലെറിയട്ടെ. എറിഞ്ഞോ? എറിഞ്ഞോ മക്കളെ? ഇല്ല. നമ്മളും ഒരു വ്യക്തിയുടെ കുറ്റം പറയാനായിട്ട് അതരം തുറക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ കുറ്റം പറയാനായിട്ട് അതരം തുറക്കുമ്പോൾ തമ്പുരാൻ കർത്താവ് നിന്റെ മുഖത്തേക്ക് നോക്കില്ല, മറിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്കെന്തു യോഗ്യതയാവുള്ളേ? നീ ഇന്നലെ എന്താ ചെയ്തേ? നീ കഴിഞ്ഞ ആഴ്ച എന്താ ചെയ്തേ? നീ കഴിഞ്ഞ മാസം എന്താ ചെയ്തേ? നീ ചെയ്ത കാര്യം മുഴുവനും എന്റെ കരുണയുടെ മേലങ്കി കൊണ്ട് ഞാൻ അങ്ങോട്ട് പൊതിഞ്ഞു പിടിച്ചു. എന്റെ കരുണയുടെ മേലങ്കി നിന്നിൽ നിന്നും എടുത്തു മാറ്റിയാലുണ്ടല്ലോ, നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റോ? നിനക്ക് നിന്റെ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റോ? നിനക്ക് ഈ പള്ളി വരാൻ പറ്റോ? നിനക്ക് ഈ നാട്ടിൽ എവിടെയെങ്കിലും പോകാൻ പറ്റോ? കരുണയുടെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിച്ചത് കൊണ്ട് ഈ ലോകത്തിലെ ഒരാള് പോലും നീ ചെയ്തു കൂട്ടിയ കാര്യം കണ്ടിട്ടില്ല. ആ കൊച്ചിനേക്കാളും എന്ത് യോഗ്യതയാ കൊച്ചെ നിനക്കുള്ളേ? പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ തമ്പുരാൻ കർത്താവ് വചനത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? ആദ്യം നീ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റ്, എന്നിട്ട് നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ പഠിക്കുക. നിന്റെ കണ്ണിൽ കിടക്കുന്ന വലിയ തടിക്കഷ്ണം എന്ന് വെച്ചാൽ നിന്റെ കുറവുകളും നിന്റെ പരാജയങ്ങളും നിന്റെ തെറ്റുകളും നീ ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് രമ്യപ്പെടാനായിട്ട് തയ്യാറാകാതെ നീ ഒരാളുടെ പോലും കുറ്റം പറയാൻ വാ തുറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും മക്കളെ, നമ്മള് പള്ളിയിലേക്ക് പോകുന്ന സമയം രണ്ട് കൂട്ടുകാരികൾ തമ്മിൽ, അയൽവക്കക്കാർ തമ്മിൽ ഒരുമിച്ചാണ് ഒരു പള്ളിയിലേക്ക് പോകുന്നെങ്കിൽ നീ ചിന്തിച്ചു നോക്കിക്കേ, പള്ളിയുടെ നടവരെ ആ മറ്റൊരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറയും, എന്നിട്ടോ കരുണയുടെ ബലിയർപ്പിക്കാൻ നമ്മൾ വള്ളിക്കകത്ത് കയറുക. നമ്മൾ നമ്മുടെ കൂടപ്പുറപ്പുകളോടും സഹോദരങ്ങളോടും അയൽവക്കക്കാരോടും കരുണയോടുകൂടി പെരുമാറാതെ, കരുണ കാണിക്കാതെ, കരുണയുടെ സംസാരം നടത്താതെ നീ ദേവാലയത്തിൽ പോയി കരുണയുടെ ബലിയർപ്പിച്ച കൃപ കിട്ടുമോ കൊച്ചേ? പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ചില അമ്മച്ചിമാരെന്നോട് പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾ ഉള്ള കാര്യമൊക്കെ പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഉള്ള കാര്യമെല്ലാം പറയാനുള്ളതാണോ? നിന്റെ സ്വന്തം മകള് മറ്റൊരുപരമായിട്ട് പോയി വ്യഭിചാരം ചെയ്തു, ഉള്ള കാര്യ നീ പറഞ്ഞു നടക്കോ? എന്തുകൊണ്ടാ നീ നിന്റെ കൊച്ചിനോട് മാത്രം കരുണ കാണിക്കുന്ന ആ സമയത്ത്?
പ്രിയപ്പെട്ടവരെ, മറ്റൊരുവന്റെ സൽപ്പേര് കളയുന്ന കാര്യമാണെങ്കിൽ, മറ്റൊരുവന്റെ ചങ്ക് പൊള്ളിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ വാ തുറക്കാൻ പാടില്ല. അവിടെയാ കരുണ കാണിക്കണ്ടേ, അവിടെയാ കരുണ കാണിക്കണ്ടേ. 100 വീട് വെച്ച് കൊടുക്കുന്നതിലല്ല മക്കളെ, അവിടെ ഇവിടെ കുറെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതിലല്ല. നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനായി തീർന്നുകൊണ്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും ലോകത്ത് വെളിപ്പെടുത്താതെ നീ കരുണയുടെ മേലങ്കി കൊണ്ട് അവരെ ഒന്ന് പൊതിഞ്ഞു പിടിച്ച് തമ്പുരാനിലേക്ക് ചേർത്തേ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശിവനോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 12-20 വചനം പരിശോധിച്ച് തമ്പുരാന്റെ വചനപ്രകാരം പഠിപ്പിക്കുക. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കാൻ, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുത്തുകൊണ്ട് നിന്റെ ശത്രുവിന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കണൽ കൂട്ടി നിന്റെ അഭിഷേകം ജ്വലിപ്പിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-24 വചനം പഠിപ്പിക്കുന്നു. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കാൻ, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുത്തുകൊണ്ട് അനുതാപത്തിന്റെ തീക്കണൽ കൂട്ടി നിന്റെ അഭിഷേകം ജ്വലിപ്പിക്കുക. എന്തുട്ടാ മക്കളെ ഇതിന്റെ അർത്ഥം? ഒരു വ്യക്തിയിലെ ദൈവത്തിന്റെ കരുണയുടെ അഭിഷേകം ഇറങ്ങണമെങ്കിൽ, ജ്വലിക്കണമെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളുമായിട്ട്, ശത്രുവുമായിട്ട് രമ്യപ്പെടാൻ, കരുണ കാണിക്കാൻ തയ്യാറാകണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 31 അധ്യായം പരിശോധിച്ച് അവിടെ തമ്പുരാൻ കർത്താവ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മറ്റാരുമല്ല, പൂർവ്വ യാക്കോബ്. യാക്കോബിനെ കുറിച്ച് പറയുന്ന കാര്യം എന്താ? വളഞ്ഞ വഴി നടന്നവൻ എന്ന് വെച്ചാൽ സ്വന്തം സഹോദരനെയും അപ്പനെയും വഞ്ചിച്ചുകൊണ്ട് മറുനാട്ടിൽ പോയി. അവിടെ ഏകദേശം 20 വർഷക്കാലം കിടന്ന് കഷ്ടപ്പെട്ടു. ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും അവന്റെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധി, ഉയർച്ച, വളർച്ച ഒന്നുപോലും കടന്നു വന്നില്ല. അവൻ നദിയുടെ കരയിൽ കുനിഞ്ഞ് കുത്തിയിരിക്കുന്ന സമയത്ത്, നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് വിളിക്കുക, യാക്കോബേ. വചനം പഠിപ്പിക്കുന്നു, യാക്കോബ് മുഖമുയർത്തി ദൈവപിതാവിനെ നോക്കിയപ്പോൾ അവന് മനസ്സിലായി 20 വർഷമായിട്ട് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധി വരാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, എന്റെ സഹോദരൻ ഏസാവുമായിട്ട് രമ്യപ്പെടാത്തത് കൊണ്ടാണ്. തുടർന്ന് വചനം വായിച്ചു നോക്കിക്കേ. യാക്കോബ് ചെയ്യുന്ന കാര്യം എന്താ? തന്റെ ജീവിത പങ്കാളിയെയും മക്കളെയും കന്നുകാലി കൂട്ടങ്ങളെയും കൂട്ടിക്കൊണ്ട് നദി കടന്ന് യേശാവിന്റെ നാട്ടിലെത്തുക. യേശാവിനെ കണ്ടു മാത്രയില് 7 പ്രാവശ്യം നിലം പറ്റ കുമ്പിട്ട് യേശാവുമായിട്ട് രമ്യപ്പെട്ടപ്പോൾ വചനം പഠിപ്പിക്കുന്നു, അവന്റെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധി, ഉയർച്ച, വളർച്ച, അനുഗ്രഹം ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നത്തെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കും, ഞാൻ കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാ. ചെറുപ്പത്തിൽ എന്റെ കുടുംബത്തിൽ അധ്വാനിച്ച് സമ്പത്ത് കൊണ്ടുവരുന്ന വ്യക്തി എന്റെ ഡാഡിയാ. ഇന്നത്തെ കാലഘട്ടം നോക്കിക്കേ, അപ്പന് ജോലി, അമ്മയ്ക്ക് ജോലി, മക്കൾക്ക് ജോലി എന്ന് വെച്ചാൽ 2ഉം 3ഉം മാർഗങ്ങളിലൂടെ, വ്യക്തികളിലൂടെ ഈ കാലഘട്ടത്തിന്റെ കുടുംബത്തിലേക്ക് പണം വരുന്നുണ്ട്. പക്ഷേ എത്ര കുടുംബത്തിൽ അഭിവൃദ്ധിയുണ്ട്, എത്ര കുടുംബത്തിൽ ഉയർച്ചയുണ്ട്, എത്ര കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകുന്നുണ്ട്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഇതുപോലെ കടന്ന് അധ്വാനിച്ചിട്ടും നമ്മുടെ കുടുംബത്തിലേക്ക് അഭിവൃദ്ധി, ഉയർച്ച, വളർച്ച കടന്നു വരാത്തതിന്റെ കാരണം എന്താ? പരിശോധിച്ചോണം. നിന്റെ കുടുംബം ഇന്ന് തകർന്നിരിക്കുന്ന കുടുംബമാണെങ്കിൽ, അഭിവൃദ്ധിയില്ലാത്ത കുടുംബമാണെങ്കിൽ, വിജയമില്ലാത്ത കുടുംബമാണെങ്കിൽ, ദുരിതമുള്ള കുടുംബമാണെങ്കിൽ ചിന്തിച്ചോ, നിനക്കോ നിന്റെ കുടുംബാംഗങ്ങൾക്കോ ഇനി രമ്യപ്പെടാൻ ധാരാളം മക്കളോടുണ്ടോ? രമ്യപ്പെടാത്ത മക്കളെ അധ്വാനത്തിന്റെ മേഖലയിൽ എന്റെ തമ്പുരാന്റെ കരുണ ഇറങ്ങില്ലാട്ടോ. രമ്യപ്പെടാത്ത മക്കളെ നിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ തമ്പുരാന്റെ കരുണ ഇറങ്ങില്ലാട്ടോ. രമ്യപ്പെടാത്ത മക്കളെ നിന്റെ കുമ്പസാരത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ കരുണ ഇറങ്ങില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ചെറിയ സംഭവം പറയാം മക്കളെ. ഞാൻ ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ധ്യാനിക്കാനായിട്ട് ഒരു ക്യാൻസർ രോഗി കടന്നു വന്നു. ഈ ചേച്ചി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയാ. നാട്ടിൽ വന്നപ്പോൾ ഈ ചേച്ചിയുടെ ഉദരത്തിന് ഒരു ശക്തമായിട്ടുള്ള വേദന. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു 7 ദിവസത്തെ മരുന്ന് കൊടുത്തു വിട്ടു. 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ചേച്ചി ഹോസ്പിറ്റലിൽ ചെന്നു. വേദനയ്ക്ക് കുറവില്ലാതെ ഹോസ്പിറ്റലിൽ ചെന്ന് സകല ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഇപ്രകാരം വിധി പറഞ്ഞിരിക്കുന്നു, ഉദരത്തിൽ ഒരു മുഴയുണ്ട്, മറ്റൊന്നുമല്ല, ക്യാൻസർ, ഓപ്പറേഷൻ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ ചേച്ചി പറഞ്ഞു ഒരാഴ്ച സമയം വേണം. എന്നിട്ട് നേരെ വന്ന് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ക്യാൻസർ രോഗിയാ, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വചന ഹോളിലേക്ക് കടത്തി വിട്ടു. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിന്റെ 3-ാം ദിവസം കുമ്പസാരം കഴിഞ്ഞിട്ട് ഈ ചേച്ചി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു.
ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട ദർശനം മറ്റൊന്നുമല്ല, ഒരു പെൺകുട്ടി ഒരു മുറിയുടെ മൂലയിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ആരെങ്കിലും ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ പറഞ്ഞു, ഇല്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അതേ മെസ്സേജ്. വീണ്ടും പ്രാർത്ഥിച്ചു, അതേ മെസ്സേജ്. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ സെയിം മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി പഴയ കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് ചിന്തിക്കാൻ പറഞ്ഞു. ചേച്ചി ചിന്തിച്ചിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, അച്ഛാ 20 വർഷം മുമ്പ് ഒരു സംഭവം നടന്നു. പള്ളി പാട്ടുപാടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. 20 വർഷം മുമ്പ് പാട്ടുപാടാനായിട്ട് പള്ളി ചെന്ന സമയത്ത് തന്റെ കൂട്ടുകാരി പെണ്ണ് ഈ ചേച്ചിയെ കുറിച്ച് ഒരു ഇല്ലാത്ത കാര്യമൊക്കെ പാട്ടുകാരുടെ ഇടയിൽ പറഞ്ഞുണ്ടാക്കിയേക്കുവാ. പ്രിയപ്പെട്ടവരെ, ചേച്ചിയുടെ സൽപ്പേര് അല്പം മോശമായപ്പോഴേക്കും ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ചേച്ചി എപ്രകാരം പ്രതികാരം ചെയ്തെന്നറിയാമോ? പിറ്റേ ഞായറാഴ്ച ആയപ്പോൾ തന്റെ കൂട്ടുകാരിയെ കുറിച്ച് ഒരു ഇല്ലാത്ത കാര്യം ആ നാട്ടിൽ മുഴുവനും പറഞ്ഞങ്ങോട്ട് പരത്തി. എന്താ സംഭവിച്ച്? ആ പെൺകുട്ടിയുടെ വയസ്സ് 40 ആയിട്ടും കല്യാണം കഴിയാതെ മുറിയുടെ മൂലയിൽ കരഞ്ഞു തളർന്ന് ജീവിക്കുക. ഞാൻ പറഞ്ഞു, ചേച്ചി ദൈവത്തിന്റെ കരുണ ഇറങ്ങി സൗഖ്യം വരണമെങ്കിൽ ആദ്യം അവിടെ രമ്യപ്പെട്ടാൽ മാത്രം പോരാ, നീ പരിഹാരം കൂടി ചെയ്യണം. ചേച്ചി എന്റെ കാലിലേക്ക് വീണ് കുറെ കരച്ചിലും ബഹളമൊക്കെ നടത്തി. ഞാൻ കുറച്ച് ആശ്വസിപ്പിച്ചിട്ട് വചന ഹോളിലേക്ക് പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ട മക്കളെ, ധ്യാനം കഴിഞ്ഞ മാത്രമല്ല എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ടാക്സി വിളിച്ചു തരാമോ? ഞാൻ വിളിച്ചു കൊടുത്തു. പിന്നീട് ഫോൺ വിളിച്ച കാര്യം പറഞ്ഞ കാര്യം ഇപ്രകാരമാ. ചേച്ചി പോയത് നേരെ തന്റെ കൂട്ടുകാരി പെണ്ണിന്റെ വീട്ടിലേക്കാ. കൂട്ടുകാരിയെ കണ്ട മാത്രയില് ആ കൂട്ടുകാരിയുടെ കാലിലേക്ക് കയറി കെട്ടിപ്പിടിച്ച് കണ്ണുനീരോട് കൂടി മാപ്പ് ചോദിച്ചു. തീർന്നില്ല മക്കളെ, അവളെ കാറെ കെട്ടിക്കൊണ്ട് നേരെ വികാരിയച്ഛൻ്റെ അടുത്ത് പോയി. വികാരിച്ചതിനെ കുറിച്ച് ഒരു അറിവുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ബോധ്യം കൊടുത്തു. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, ഈ പള്ളിയിൽ വെച്ചോ ഏത് ടൗണിൽ വെച്ചോ ഞാൻ വിളിച്ചു പറയാം, അച്ഛാ ഈ കാണുന്ന മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ തെറ്റ് ചെയ്തേക്കണേ, ഞാനാ തെറ്റ് ചെയ്തേ. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും വെച്ച് ഞാൻ വിളിച്ചു പറയാം, പക്ഷെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഇവിടെ കല്യാണം നടത്തണം. പ്രിയപ്പെട്ടവരെ, അച്ഛനെ മനസ്സിലായി. അച്ഛൻ ആശ്വസിപ്പിച്ച് ഓപ്പറേഷന് വേണ്ടി പിറ്റേ ദിവസം പറഞ്ഞയച്ചു. പിറ്റേ ദിവസം ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർമാർ പരിശോധിച്ച് നോക്കി, സ്കാൻ ചെയ്തു, സകല കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്രകാരം പിറ്റേ ദിവസം റിപ്പോർട്ട് വന്നിരിക്കുക, ഉദരത്തിലെ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു ക്യാൻസറിന്റെ രോഗമാണ് പോലും ശരീരത്തിൽ കാണാനുമില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാ മക്കളെ തമ്പുരാന്റെ കരുണ ഇറങ്ങാൻ അവിടെ കാരണം എന്താ? രമ്യപ്പെടൽ എവിടെയുണ്ടോ, എവിടെയൊക്കെ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യപ്പെടുന്നുണ്ടോ, അവിടെയൊക്കെ എന്റെ തമ്പുരാന്റെ കരുണയുടെ അഗ്നി ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. അനേകം മക്കൾ പ്രാർത്ഥിച്ചു കൂട്ടുന്നുണ്ട് ഈ രമ്യപ്പെടൽ നടത്താതെ. നമ്മളും തിരിച്ചറിയണം കേട്ടോ മക്കളെ. പ്രാർത്ഥിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്, ബലിയർപ്പിക്കാൻ എളുപ്പമുള്ള കാര്യ, നീ 3 കരുണക്കൊന്ത ചെല്ലാൻ എളുപ്പമുള്ള കാര്യ, നിനക്ക് ജപമാല ചൊല്ലാൻ എളുപ്പമുള്ള കാര്യ, പക്ഷേ രമ്യപ്പെടൽ ബുദ്ധിമുട്ടാ. ആ ഒരു കാര്യം എവിടെ നടപ്പാകുന്നുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ എടുത്ത് പരിശോധിച്ച മക്കളെ, പരിശുദ്ധ ബൈബിളില് 5 സ്ഥലത്താണ് ക്ഷമയെ കുറിച്ച് തമ്പുരാൻ കർത്താവ് പഠിപ്പിച്ചു തരിക. അവിടെയൊക്കെ ഓരോ വാഗ്ദാനങ്ങൾ ചേർത്ത് വെച്ചേക്കുക. ഒന്നാമത്തെ എന്താ പഠിപ്പിക്കുന്നത്? നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ, ദൈവം തരുന്ന വാഗ്ദാനം എന്താ? നിന്റെ പാപം ഞാനും ക്ഷമിക്കും. അതൊരു കരുണയല്ലേ മക്കളെ? 2 വചനം പഠിപ്പിക്കുന്നു, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. അടുത്ത കരുണ. വീണ്ടും പഠിപ്പിക്കുന്നു, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ ബലി ഞാൻ സ്വീകരിക്കും. അടുത്ത കരുണ. 4 പഠിപ്പിക്കുന്നു, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തും. 5 നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്നോട് ഞാൻ കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ മക്കളെ, നമ്മുടെ പാപം ക്ഷമിക്കുന്ന കരുണ, പ്രാർത്ഥന കേൾക്കുന്ന കരുണ, ബലി സ്വീകരിക്കുന്ന കരുണ, രോഗം സൗഖ്യപ്പെടുത്ത കരുണ, ദൈവത്തിന്റെ അനന്തമായ ശക്തിയുള്ള കരുണ ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നീ ശത്രുവുമായി മറ്റുള്ളവരുമായി രമ്യപ്പെടാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. 12 കല്ലുകൊണ്ട് ബലിപീഠം പുതുക്കി എന്ന് വച്ചാൽ നിന്റെ കുടുംബവുമായിട്ട് മറ്റുള്ള ആർക്കെങ്കിലും വിദ്വേഷമോ പകയോ വെറുപ്പോ കടപ്പുണ്ടെങ്കിൽ അവരുമായിട്ട് രമ്യപ്പെടുമ്പോഴാ നിന്റെ ബലിപീഠം, ബലിയർപ്പിക്കുന്ന ബലിപീഠം ശരിയായ രീതിയിൽ കടന്നു വരൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ട്
എന്തുകൊണ്ടാ മക്കളെ നമ്മളെ വേദനിപ്പിച്ചവരോടും കരുണ കാണിക്കാൻ തമ്പുരാൻ പറഞ്ഞു തരാൻ കാരണം എന്നാണെന്നറിയാമോ? അവസാനമായിട്ട് യേശു കുരിശിൽ കടന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പ്രാർത്ഥിച്ചല്ലോ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട്. എന്തുട്ടാ മക്കളെ ഇതിന്റെ അർത്ഥം എന്താ? ഇത് ശരിക്കും ഒരു കരുണ അവിടെ നടന്നേക്കണേ, ഒരു കാരുണ്യം കാണിച്ചേക്കുവാ. എന്താ? തന്നെ വേദനിപ്പിച്ച, തന്നെ കുരിശിൽ തറച്ച, തന്നെ കുത്തി നോവിച്ച, തന്നെ തുപ്പിയ, തന്നെ തെറി വിളിച്ച സകല മക്കളെയും യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. എന്തുട്ടാ മക്കളെ ഇതിന്റെ അർത്ഥം എന്താ? എന്നെ വേദനിപ്പിച്ച മുഴുവനും മക്കളും പിതാവേ നിരപരാധിയാ. 2, നീ അവരെ അനുഗ്രഹിക്കുക. ഇതാ പ്രാർത്ഥനയുടെ അർത്ഥം. എന്നെ വേദനിപ്പിച്ചിട്ടുള്ള മുഴുവനും മക്കളും നിരപരാധിയാ. അതൊരു കാരുണ്യമാ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാ മക്കളെ എന്നെ വേദനിപ്പിച്ച മുഴുവനും മക്കളും നിരപരാധിയാണെന്ന് ഈശോ പറയാൻ കാരണം എന്താ? 2 കാരണമാ. നിങ്ങൾ തിരിച്ചറിഞ്ഞോളെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കാൻ 2 കാരണമാ. 1 ആന്തരികമായ മുറിവ്, 2 പൈശാചിക ശക്തി. ഇന്ന് ഈ ലോകത്തില് ഏതെങ്കിലും മക്കൾ മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ 2 കാരണമാ. 1 ആന്തരിക മുറിവ്, 2 പൈശാചിക ശക്തി. എങ്ങനെയാ മക്കളെ ആന്തരിക മുറിവുണ്ടാകുന്നേ? അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുമാവ് ജനിച്ച് വളർന്ന് വലുതായി ഈ നിമിഷം വരെ ആകുന്ന സമയം വരെ ആ കൊച്ചിനും ആ വ്യക്തിക്കും ഉണ്ടായ എന്തൊക്കെ ദിക്താനുഭവങ്ങളുണ്ടോ ആ ദിക്താനുഭവങ്ങൾ മുഴുവനും എന്തായി തീരും? മനസ്സിനും മുറിവായി തീരും. മുറിവ് കിട്ടിയ വ്യക്തിക്ക് എന്താ പറ്റുള്ളൂ എന്നറിയാമോ? അവർക്ക് സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ പറ്റില്ല. പലപ്പോഴും എന്ത് കൊടുക്കാൻ പറ്റും? മുറിവ് കൊടുക്കാൻ പറ്റും. മുറിവുള്ളവന് സ്നേഹിക്കാനും കരുണ കാണിക്കാനും പറ്റില്ല. പക്ഷെ അവൻ എന്ത് കൊടുക്കാൻ പറ്റും? മുറിവ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഈ കുടുംബത്തിൽ കാണത്തില്ലേ, ചില അപ്പച്ചന്മാർ നിസ്സാര കാര്യത്തിന് അമിതമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ആ കുടുംബത്തിൽ മുഴുവനും കലഹം ഉണ്ടാക്കുന്ന അവസ്ഥ. അപ്രകാരം ഒരു വ്യക്തി നിസ്സാര കാര്യത്തിന് അമിതമായിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ആദ്യം എന്റെ മക്കൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ അപ്പച്ചൻ എവിടെയാ ജനിച്ചു വളർന്നേ? പാവപ്പെട്ട ഒരു കുടുംബത്തില് സ്നേഹം കിട്ടാതെ, ലാളന കിട്ടാതെ, വാത്സല്യം കിട്ടാതെ, ഭക്തി കിട്ടാതെ, പ്രാർത്ഥന കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ഒത്തിരി മുറിവോട് ദിക്താനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ അപ്പച്ചൻ ജനിച്ചു വളർന്ന് വലുതായെങ്കിൽ അപ്പച്ചന് കിട്ടിയ ആ ദിക്താനുഭവം മുഴുവനും എന്തായി തീർന്നു? മുറിവാ. അപ്പച്ചൻ ആഗ്രഹമുണ്ട് സ്നേഹിക്കാൻ, പക്ഷെ മുറിവുള്ളത് കൊണ്ട് സ്നേഹിക്കാനും കരുണ കാണിക്കാനും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പച്ചൻ നല്ല സാഹചര്യത്തിൽ, നല്ല കുടുംബത്തില് സ്നേഹവും ലാളനയും വാത്സല്യവും എല്ലാം കിട്ടി ദിക്താനുഭവം കുറവായിട്ടാണ് അപ്പച്ചൻ വളർന്നു വന്നതെങ്കിൽ അപ്പച്ചൻ ഇതുപോലെ ചൂടാവോ? ഇതുപോലെ വേദനിപ്പിക്കോ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, എന്നെ വേദനിപ്പിച്ച മുഴുവനും മക്കൾ നിരപരാധിയാ. കാരണം അവരല്ല, അവർ വളർന്ന സാഹചര്യമാണ് അവരെ കൊണ്ട് ഇപ്രകാരം ചെയ്യിപ്പിച്ച്. അതുകൊണ്ട് പിതാവിനോട് പറയാ, പിതാവേ, ഇവരോട് കരുണ കാണിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം മക്കളെ, സകല ദൈവമക്കളിലും 2 ആത്മാവുണ്ട്. 1 പരിശുദ്ധാത്മാവ്, 2 അശുദ്ധാത്മാവ്. എപ്പോഴാ മക്കളെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കുക? ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കൂടുമ്പോൾ കൃപ നിറയുന്നു. കൃപ നിറയുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്നു, ശക്തി പ്രാപിക്കുന്നു. ഒരു വ്യക്തിയിലെ പ്രാർത്ഥന കുറയുമ്പോൾ കൃപ കുറയുന്നു. കൃപ കുറയുമ്പോൾ ആര് ശക്തി പ്രാപിക്കും? അശുദ്ധാത്മാവ്. നിങ്ങൾ ചിന്തിച്ചേ, വീട്ടിലെ അപ്പച്ചന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് കുറഞ്ഞു. അപ്പച്ചന്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞപ്പോൾ കൃപ കുറഞ്ഞു. കൃപ കുറഞ്ഞപ്പോൾ ആര് ശക്തി പ്രാപിച്ചു? അശുദ്ധാത്മാവ്. ഒരു വ്യക്തിയിൽ അശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ അശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ആ വ്യക്തിയെ കൊണ്ട് നിരപരാധിയായിരിക്കുന്ന മക്കളെ വേദനിപ്പിക്കാനുള്ള പ്രവണത കൊടുത്തോണ്ടിരിക്കും. ചില വീട്ടിൽ കാണത്തില്ലേ, ഒരു തെറ്റ് പോലും ചെയ്യാത്ത ചില അമ്മയോട് അപ്പച്ചൻ അമിതമായി വിട്ട് കടന്ന് പൊട്ടിത്തെറിക്കുക. എന്തുകൊണ്ടാ? ഉള്ളിൽ സൈത്താന്റെ ശക്തി കേറിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിരപരാധിയെ പീഡിപ്പിക്കാനാണ് സൈത്താൻ പ്രവണത കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ അപ്രകാരം അമ്മയെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, പക്ഷേ അപ്പച്ചന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ചെറിയൊരു ശക്തിയുണ്ട്. ഈ ശക്തി ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? അമ്മയുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പോയിട്ട് 1000 വട്ടമെങ്കിലും ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി അമ്മയുടെ 2 ആത്മാവുണ്ട്. 1 പരിശുദ്ധാത്മാവും, 2 അശുദ്ധാത്മാവും. അമ്മയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് കൊടുക്കുന്ന ശക്തി എന്താണെന്നറിയാമോ? സാരമില്ല, സാരമില്ല, ക്ഷമിക്ക്, മിണ്ട്, ചെയ്തു കൊടുക്ക. ആ ഒരു ആഗ്രഹം, ആ ഒരു പ്രവണത പരിശുദ്ധാത്മാവ് നിനക്ക് തന്നുകൊണ്ടിരിക്കും.
എന്നാൽ നിന്റെ ഉള്ളിലെ പിശാച് അശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? അവൻ ആദ്യം ഓതിത്തരുന്ന കാര്യമാണ്, നീ തെറ്റ് ചെയ്തിട്ടില്ല. പിശാചിന്റെ ഉപദേശമാണ്, നീ തെറ്റ് ചെയ്തിട്ടില്ല. ആരാ തെറ്റ് ചെയ്തേക്കണേ? ചേട്ടൻ തെറ്റ് ചെയ്തു. അതുകൊണ്ട് ചേട്ടൻ വന്നു മിണ്ടുന്നേടം വരെ നീ മോഹം അങ്ങോട്ട് വികർപ്പിക്കുക, പുറത്തോണ്ടിരിക്കുക, ഭക്ഷണം കൊളാക്കി വെക്കുക, മുറി കയറി കഥകടച്ചിരിക്കുക. ഇടയ്ക്കൊക്കെ ചെയ്യാറില്ലേ? ആര് പറഞ്ഞിട്ടാ? സാത്താൻ. അപ്പൊ നമ്മൾ ആരെയും അനുസരിക്കുന്നേ? അപ്പൊ നമ്മൾ ആരുടെ കൊച്ചാ? നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തിൽ നിങ്ങളൊക്കെ ചില കാര്യം മക്കളോട് മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. അയൽവക്കക്കാർ അങ്ങനെ കാണിച്ചു, എന്റെ ജീവിത പങ്കാളിയുടെ അപ്പൻ അങ്ങനെ കാണിച്ചു, ജീവിത പങ്കാളിയുടെ ആങ്ങളെ അങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞിട്ട് ആഴ്ചകളായി, മാസങ്ങളായി, ദിവസങ്ങളായി, വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഞാൻ പറയുക, ഇവിടെയാ കരുണ കാണിക്കണ്ടേ. ആ വ്യക്തിയല്ല കേട്ടോ, നിന്റെ അയൽവക്കക്കാരല്ല, നിന്റെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരല്ല, നിന്റെ സ്വന്തക്കാരല്ല, നിന്റെ ജീവിത പങ്കാളിയല്ല നിന്നെ വേദനിപ്പിച്ച്. ആ വ്യക്തിയിൽ വസിക്കുന്ന പിശാചാണ് ആ വ്യക്തിയെ കൊണ്ട് അപ്രകാരം ചെയ്യിപ്പിച്ചേക്കണേ. അതുകൊണ്ട് നീ വ്യക്തിക്കെതിരെ അല്ല യുദ്ധം ചെയ്യണ്ടേ, ആ വ്യക്തിയിൽ വസിക്കുന്ന പിശാചിനെതിരെ യുദ്ധം ചെയ്യണം. അവിടെ എന്ത് ചെയ്യണം? നീ ആദ്യം ആ വ്യക്തിയോട് കരുണ കാണിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോട് പറഞ്ഞേ ഹല്ലേലൂയ. സുമനോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ വ്യക്തിയോട് കരുണ കാണിച്ചിട്ട് നീ എന്ത് ചെയ്യണം? രണ്ടാമത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്ന്, ആ വ്യക്തിയെ അനുഗ്രഹിക്കുക. അവിടെ ആരടങ്ങും? എന്റെ തമ്പുരാന്റെ കരുണയുടെ അഗ്നി ആ പ്രദേശത്തും ആ നാട്ടിലും ഇറങ്ങണം. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോട് പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, തമ്പുരാൻ കർത്താവ് മനുഷ്യനും തമ്മിൽ യുദ്ധം ചെയ്യാൻ അനുവാദം തന്നിട്ടില്ല. നിങ്ങൾ നോക്കിക്കേ, ലോകത്തിൽ മനുഷ്യനോട് യുദ്ധം ചെയ്യുന്നവരാ? അത് ഭീകരവാദികളാ. നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആരോടാ? നമ്മുടെ സൈത്താനോടാ. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ആയുധമാണ്. 1, ദൈവ കരുണ. 2, പ്രാർത്ഥിക്കുക. 3, അവരെ അനുഗ്രഹിക്കുക. അവിടെ എന്തുണ്ടാകും? ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കും. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ 2 കാര്യമാ പറഞ്ഞോളൂ മക്കളെ. ഒന്നാമത്തെ കാര്യം, പാപത്തിന്റെ താഴ്വര ഉപേക്ഷിച്ച് യേശുക്രിസ്തുവാകുന്ന മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കരുണ നിന്നിലേക്ക് ഇറങ്ങുന്നത് കാണാൻ പറ്റും. 2, 12 കല്ലുകൊണ്ട് ബലിപീഠം ശരിയാക്കിയ പോലെ നിന്റെ കുടുംബത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും നീ ശരിയാക്കി ബലിപീഠം നിർമ്മിച്ചു കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ തുടങ്ങും. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോട് പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എന്താ ഏലിയ പ്രവാചകൻ ചെയ്തേ? ബലിപീഠത്തില് ബലിവസ്തു വെട്ടി, ബലിവസ്തുവിനുള്ള കാര്യങ്ങള് വെട്ടി ബലിപീഠത്തിൽ വെച്ചു. പഴയ നിയമം പരിശോധിച്ചു നോക്കുമ്പോൾ ബലിയർപ്പിക്കാനായിട്ട് ഉപയോഗിച്ച 2 കൂട്ടം ആളുകളെയാ. എന്ന് വെച്ചാൽ കാളകളെയും ആടുകളെയും. അതിനെ വെട്ടി നുറുക്കിയാണ് ബലിപീഠത്തിൽ വെക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നേ. പുതിയ നിയമത്തിൽ ബലിപീഠത്തിൽ വെക്കേണ്ട ബലിവസ്തു ഏതാ? മറ്റൊന്നുമല്ല, ശരീരത്തിന്റെ അശുദ്ധിയാണ് ദൈവമക്കൾ ബലിപീഠത്തിൽ ഇറക്കി വെക്കേണ്ട ബലിവസ്തു. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണമെങ്കിൽ ഏറ്റവും വലിയ ആരാധന, ഏറ്റവും വലിയ ബലി ഏതാന്ന് പരിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി മക്കളെ. റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വചനം കേട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വചനം പഠിപ്പിക്കാണ്, നിന്റെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി നീ അർപ്പിക്കുവിൻ. ഇതാണ് ഏറ്റവും വലിയ ആരാധനയും ഏറ്റവും വലിയ ബലിയും. എന്താ പഠിപ്പിക്കുന്നത്? നിന്റെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി നീ അർപ്പിക്കുവിൻ. ഇതാണ് ഏറ്റവും വലിയ ആരാധനയും ഏറ്റവും വലിയ ബലിയും. ഇത് നടത്താറുണ്ടോ? ഈ ബലിയർപ്പണം നടത്താറുണ്ടോ? ശരീരത്തിലുള്ള ബലി നടത്താറുണ്ടോ? നമ്മള് ഇത് തിരിച്ചറിയണമെങ്കിൽ മക്കളെ, അതിനെ കുറിച്ച് അല്പം കൂടെ ആഴത്തിലേക്ക് നമുക്ക് പോകാം. ഒരു വ്യക്തിയെ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? ഈശോയെ ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയം എപ്പോഴാ? മറ്റാരും തന്നെ കാണുന്നില്ല, മറ്റാരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന സമയത്ത് ഒരു ദൈവ പൈതൽ ഏത് കാര്യം ചെയ്തു കൂട്ടുന്നുവോ ആ പ്രവൃത്തിയാണ് ഈശോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കേട്ടിരുന്ന മക്കളെ, മറ്റാരും തന്നെ കാണുന്നില്ല, മറ്റാരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന സമയത്ത് ഒരു ദൈവ പൈതല് ഏത് കാര്യം ചെയ്തു കൂട്ടുന്നുവോ ആ പ്രവൃത്തിയാണ് ഈശോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഉദാഹരണമായിട്ട്
ഇന്ന് ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞ് 7:45 എനിക്ക് ബാംഗ്ലൂർക്ക് വണ്ടി. ഇവിടെ കഴിയണേ ഞാൻ വിട്ടുപോകും. ഞാൻ അവിടെ ബസ് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബസ് വരാൻ 10 മിനിറ്റ് താമസിച്ചു എന്നിരിക്കട്ടെ. അവിടെ നിൽക്കുമ്പോൾ ഒരാൾ പോലും എന്നെ ശ്രദ്ധിക്കുന്നില്ല. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരാൾ പോലും എന്നെ ശ്രദ്ധിക്കുന്നില്ല, നോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരു ഷർട്ടും പാൻസും ഇട്ട് ഒരു ബാഗും കയ്യിൽ തൂക്കിയിട്ടിട്ട് സൈഡിലേക്കൊക്കെ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ സിനിമാ പോസ്റ്റ് അവിടെ ഒട്ടിച്ചേക്കുവാ. ഞാൻ നോക്കുമ്പോൾ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആ സിനിമാ പോസ്റ്റിലേക്ക് നോക്കിയിട്ട് എൻ്റെ മനസ്സിന്റെ വികാരങ്ങളെ മുഴുവനും വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാനത് കണ്ട് എൻ്റെ മനസ്സിന്റെ വികാരങ്ങളെ മുഴുവനും ആ സമയത്ത് ഞാൻ വ്രണപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഈ വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ പോലും അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ ഒരു വ്യക്തി ഇത് കണ്ടിട്ട് ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. അതാരാ? പറഞ്ഞ അതാരാ? പ്രിയപ്പെട്ടവരെ, ഇവിടെയാ ശരിക്കും ബലി നടക്കണ്ടേ ശരീരത്തില്. ഇവിടെ എങ്ങനെയാ ശരീരത്തിന്റെ ബലി നടക്കണ്ടേ? ഞാൻ അപ്രകാരം ചില സിനിമാ പോസ്റ്റ് കണ്ട് എന്റെ മനസ്സിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയാൽ അത് എന്റെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ കണ്ണടക്കം പാലിക്കുന്നതാണ് എന്റെ കണ്ണിന്റെ ബലിയർപ്പണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിൽ ഭാര്യയും ഭർത്താവും നമ്മൾ വഴക്കുണ്ടാകാറില്ലേ? അപ്പച്ചനോട് തെറി പറയുമ്പോൾ അമ്മയുടെ നാവിൽ 2 എണ്ണ തിരിച്ചടിക്കാൻ നിൽക്കണേ. നീ അപ്രകാരം തിരിച്ചു പറയുകയോ പൊറുപുറക്കുകയോ ചെയ്താൽ അത് എന്റെ ഈ ചേട്ടനേക്കാൾ ഉപരിയായിട്ട് എന്റെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നീ അവിടെ മൗനം പാലിക്കുന്നതാണ് നിന്റെ നാവിന്റെ ബലിയർപ്പണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, മുറി കയറി ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ എടുക്കുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാറ്റ് ചെയ്യാനായിട്ടുള്ള വലിയ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ അപ്രകാരം ചെയ്താൽ അതെന്റെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നീ ചെയ്യാതിരിക്കുന്നതാണ് നിന്റെ ആഗ്രഹത്തിന്റെ ബലിയർപ്പണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. മുറി കയറി കഥകളച്ചിരിക്കുമ്പോൾ അമിതമായിട്ടുള്ള വികാരങ്ങൾ ഉണർന്നുകൊണ്ട് പ്രലോഭനമുണ്ടായി നീ സ്വയം പോകും സോപർഗ പോകുകയൊക്കെ ചെയ്യാനായിട്ട് അമിതമായിട്ടുള്ള ആഗ്രഹം വരുമ്പോൾ, അമിതമായിട്ടുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ നീ ചെയ്താൽ അതെന്റെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നീ ചെയ്യാതിരിക്കുന്നതാണ് നിന്റെ പ്രലോഭനത്തിന്റെ ബലിയർപ്പണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ മക്കളെ, അനുദിന ജീവിതത്തിൽ കേട്ട മക്കളെ, അനുദിന ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്തോ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്റെ ഈശോയ്ക്ക് വേദന ഉണ്ടാകുന്ന പ്രവൃത്തിയാണെങ്കിൽ നീ ചെയ്യാതിരിക്കുന്നതാ യഥാർത്ഥത്തിൽ നിന്റെ ശരീരത്തിന്റെ ബലി. ഈ ബലി ഇന്ന് എത്ര പേര് നടത്താറുണ്ട്? മക്കളെ, ഞായറാഴ്ച ഇവിടെ വന്നിട്ട് അന്നാപസക പാടാൻ സുഖ, ഹല്ലേലൂയ പാടാൻ സുഖമാ. നമുക്ക് കുറെ പ്രാർത്ഥനകളും ചൊല്ലിയിട്ട് കുർബാന സ്വീകരിക്കാനും സുഖമുള്ള കാര്യമാണ്. പക്ഷേ ശരീരത്തിൽ ബലിയർപ്പണം നടത്തിയിട്ട് ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എത്ര കത്തോലിക്കനുണ്ട്? നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, 94%, 95%, 96% കത്തോലിക്കർ മാത്രം ഉണ്ടായിരുന്ന ഓരോ കത്തോലിക്ക രാജ്യങ്ങളിലെ കത്തോലിക്ക പള്ളികൾ മുഴുവനും പൂട്ടപ്പെടുക. കാരണം എന്താ? കത്തോലിക്കന്റെ കുറവല്ലാട്ടോ. അവിടെ ഞായറാഴ്ച ദിവസമാകട്ടെ ഇട ദിവസമാകട്ടെ ശരീരത്തിൽ ബലിയർപ്പിച്ച് ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കാനായിട്ട് ദൈവമക്കൾ തയ്യാറായില്ല. ഫലമായിട്ട് എന്തുണ്ടായി? ദൈവിക വിശ്വാസം അവിടെ ക്ഷയിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പറയുന്നു കേട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. മറ്റൊന്നുമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ കത്തോലിക്ക ദേവാലയങ്ങൾ പൂട്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലുള്ള കുരിശുപള്ളികളിലെ അന്നാം പെസഹ തീരാൻ തുടങ്ങി. എന്തുകൊണ്ടാ? കേരളത്തിലുമുണ്ട് ഇഷ്ടം പോലെ ക്രിസ്ത്യാനികള്, കേരളത്തിലുമുണ്ട് ഞായറാഴ്ച ബലിയർപ്പിക്കുന്ന ഇഷ്ടം പോലെ ക്രിസ്ത്യാനികള്. പക്ഷേ ശരീരത്തിൽ ബലിയർപ്പിച്ച് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ശരീരത്തിൽ ബലിയർപ്പിച്ച് ഞായറാഴ്ച ദൈവത്തിന്റെ സന്നിധിയില് പരിശുദ്ധമായ അൾത്താരയില് ബലിയർപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ വിരലിലെണ്ണാവുന്നവര്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത ശരീരത്തിന്റെ ബലിയർപ്പണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എത്ര മക്കള് ഈ ഞായറാഴ്ച ദിവസമാകുമ്പോഴേക്കും തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ശരീരത്തിൽ ബലിയർപ്പണം നടത്തി വില കൊടുത്ത് ഒരുങ്ങിക്കൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി ബലിയർപ്പിക്കുന്ന എത്ര മക്കളുണ്ടെന്ന്? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ. തമ്പുരാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ?
പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ എന്തിനു വേണ്ടിയാ മനുഷ്യനെ സൃഷ്ടിച്ചു? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ? പിതാവായ ദൈവം ഈ ലോകത്തിലുള്ള മുഴുവനും കാര്യവും സൃഷ്ടിച്ചു. എല്ലാം ദൈവത്തിന് മനോഹരമായിട്ട് തോന്നി. പക്ഷേ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ഒന്നും സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തന്റെ അനന്തമായ ഛായയിലും സാദൃശ്യത്തിലും തന്നെ പോലെ തന്നെ ഒരു രൂപം ഉണ്ടാക്കി. അതിന്റെ നാസ്വാഗ്രന്ഥങ്ങളിലേക്ക് ജീവശ്വാസം കടത്തിവിട്ടു. അതിനെ ഭൂമിയിൽ എടുത്തു വെച്ചു. അതിന് പറയുന്ന പേരാണ് മനുഷ്യ ശരീരം. എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചു? ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യന്റെ ശരീരം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 6-12 വചനം പഠിപ്പിക്കുന്നു, ശരീരം ദൈവത്തിനും ദൈവം ശരീരത്തിനുമുള്ളതാ. കൊരിന്ത്യർ ലേഖനം 6-13 വചനം പഠിപ്പിക്കുന്നു, നിന്റെ ശരീരം നീ ദുർവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം 6:19 പഠിപ്പിക്കുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനം 4-5 വചനം പഠിപ്പിക്കുന്നു, ശരീരത്തിന്റെ വിശുദ്ധിയെ, ശരീരത്തിന്റെ മാന്യതയെ, ശരീരത്തിന്റെ അന്തസ്സിനെ, ശരീരത്തിന്റെ ആരോഗ്യത്തിനെ, ശരീരത്തിന്റെ വിശുദ്ധിക്കെതിരെ എന്തു ചെയ്തോ അത് മാരകപാപ. സ്നേഹിക്കാൻ പഠിപ്പിച്ച തമ്പുരാൻ കർത്താവ് ഒരൊറ്റ എടുത്ത് മാത്രം പറഞ്ഞു പോയി, നിങ്ങൾ നശിച്ചു പോകുന്നു. എവിടെയാ? കൊരിന്ത്യർ ലേഖനം 3-16-17 വചനം. എന്താ അവിടെ വചനം പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ ആലയമായ ശരീരം ആര് നശിപ്പിക്കുന്നവോ അവനെ ഞാനും നശിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച പ്രിയപ്പെട്ടവരെ, തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എവിടെയൊക്കെ പോയിട്ട് ശരീരം മലിനമാക്കുന്ന മദ്യം എന്ന് പറയുന്ന കാര്യം നീ കഴിച്ചിട്ട്, പുക വലിച്ചിട്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഞായറാഴ്ച മാത്രം പള്ളി വന്ന് ബലിയർപ്പിച്ചാൽ നിന്റെ ബലി ദൈവത്തിന് സന്നിധിയിൽ സ്വീകാര്യമാണോ? തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ സ്വയം ഭോഗമെന്ന് പറയുന്ന പാപം ചെയ്ത, വ്യഭിചാരം എന്ന് പറയുന്ന പാപം ചെയ്ത, സ്വവർഗ ഭോഗം എന്ന് പറയുന്ന പാപം ചെയ്തിട്ട് ഞായറാഴ്ച ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ വന്നാൽ നീ അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കോ? തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഏതൊക്കെ മോശമായ പാപത്തിൽ, പ്രത്യേകിച്ച് ബ്ലൂഫിലി പോലുള്ള പാപം, ചില സ്പർശന സുഖങ്ങളില്, ചില മോശമായ ചിന്താ മേഖലകളില് ഒക്കെ അകപ്പെട്ട് താലോലിച്ചിട്ട് ഞായറാഴ്ച പള്ളി വന്ന് ബലിയർപ്പിച്ചാൽ എന്റെ കൊച്ചെ നിന്റെ ബലി ദൈവം സ്വീകരിക്കോ? ബലിയർപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ആദ്യം ശരീരത്തിന്റെ ബലിയാ. ശരീരം അശുദ്ധമായ ശരീരം, അശുദ്ധിയുടേതായ പാപങ്ങള് ബലിപീഠത്തില് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോഴാ എന്റെ തമ്പുരാന്റെ കരുണയുടെ അഭിഷേകം അവിടെ വ്യാപരിക്കാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ മക്കളെ വചനം പഠിപ്പിക്കുന്ന റോമാലേഖനം 8-7 വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ? ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാ. അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ശരീരം അശുദ്ധമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് തമ്പുരാന്റെ കരുണ സ്വന്തമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നു, യോശുവയുടെ പുസ്തകം 3-5 വചനം പഠിപ്പിക്കുക, നീ നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക, നാളെ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് പത്രോസ് ലേഖനം 1-5 വചനം പഠിപ്പിക്കുന്നു, നിന്റെ പിതാവും കർത്താവുമായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ കൊച്ചേ നീ നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്ക ലേഖനം 4-5 വചനം പഠിപ്പിക്കുന്നു, നിന്റെ ശരീരം വിശുദ്ധവും മാന്യവുമായി കാത്തു സൂക്ഷിക്കുക. കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകല്ലേ, ലൈംഗികതയിൽ വഴി പിഴക്കല്ലേ, സഹോദരങ്ങളെ വഞ്ചിക്കല്ലേ. അപ്രകാരം ചെയ്താൽ അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപമാ. അശുദ്ധിയിലേക്കല്ല, മറിച്ച് വിശുദ്ധിയിലേക്ക് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ വിശുദ്ധി കൂടാതെ എന്റെ തമ്പുരാന്റെ കരുണയെ അനുഭവിക്കാൻ, തമ്പുരാന്റെ കരുണയുടെ അഗ്നി ഇറക്കാൻ ദൈവമക്കൾക്ക് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യമാണ്. 1 പാപത്തിന്റെ കെട്ടഴിക്കണം, 2 രമ്യപ്പെടണം, 3 അശുദ്ധി മാറ്റണം. ഈ 3 കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ട് എന്റെ തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി വിളിച്ച മക്കളെ, എന്റെ തമ്പുരാന്റെ കരുണയുടെ അഗ്നി ഭൂമിയിൽ ഇറങ്ങാൻ തുടങ്ങും. വിശ്വാസമുണ്ടെങ്കിൽ ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരെല്ലാവരും ഉയർത്തിപ്പിടിച്ച് ഒരു ശക്തമായിട്ട് ഈ ഒരു അഭിഷേകം ഈ പാപത്തിന്റെ, തിന്മയുടെ, ജഡത്തിന്റെ, ലോകത്തിന്റെ എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാമോ ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കണ്ടേ, ഒന്ന് പാപമാകുന്ന താഴ്വര വിട്ട് മലമുകളാകുന്ന യേശുവിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യണം. രണ്ടാമത്തെ കാര്യം 12 കല്ലുകൊണ്ട് നമ്മുടെ ബലിപീഠം ശരിയാക്കണം. എന്ന് വെച്ചാൽ നിന്റെ ബന്ധങ്ങൾ മുഴുവനും രമ്യപ്പെട്ട് ശരിയാക്കാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം അശുദ്ധിയുടെ കെട്ട് എന്തൊക്കെയാണോ, ശരീരത്തെ അശുദ്ധമാക്കുന്ന കെട്ടുകൾ എന്തൊക്കെയാണോ, ആ പാപത്തിന്റെ കെട്ട്, ആ തിന്മയുടെ കെട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അവരിലേക്ക് അപ്രകാരം ചെയ്യുമ്പോൾ അവരിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത് എന്താ ചെയ്തേ? എലിയ പ്രവാചകന് 12 കുടം വെള്ളം 3 വട്ടമായിട്ട് ബലിപീഠത്തിന്റെ ചുവട്ടിൽ മാറി മാറി ഒഴിച്ചുകൊണ്ടിരുന്നു ചുറ്റും. എന്താ മക്കളെ ഇത് സൂചിപ്പിക്കുന്നത്? എന്തിനാ എലിയ പ്രവാചകന് ആ കത്തുന്ന വെയിലത്ത് ഈ കാണുന്ന വെള്ളം കൊണ്ട് ഒഴിക്കാൻ കാരണം എന്താ? ഒറ്റ കാരണമുള്ള മക്കളെ, അത് കാണിച്ചു തരുന്ന പ്രതീകം മറ്റൊന്നുമല്ല, വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തിയും പ്രാർത്ഥനയിലും മാത്രമാ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങുക. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയിലും ഒപ്പം പ്രവൃത്തിയിലും മാത്രമാണ് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങുക. ഇന്ന് എത്ര പേർക്കുണ്ട്? നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത, വിശ്വാസത്തിന്റെ തലം ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി നോക്കുമ്പോൾ യൂറോപ്പിൻ ഞാൻ പറഞ്ഞല്ലോ 94, 95, 96% ക്രിസ്ത്യാനികൾ മാത്രമുണ്ടായിരുന്ന ആ കത്തോലിക്ക രാജ്യങ്ങളെ നശിപ്പിക്കാനായിട്ട് സാത്താൻ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? അവിടെയുള്ള മിണ്ടാമടങ്ങളെ തകർത്ത് കളയുക. എന്ന് വെച്ചാൽ ആദ്യം സാത്താൻ അടികൊടുത്തത് അവിടെയുള്ള മിണ്ടാമടങ്ങൾ കൊട്ട, മിണ്ടാമടങ്ങളിൽ ഒക്കേഷൻ ഇല്ലാതാക്കി. രണ്ടാമത് സാത്താൻ അടികൊടുത്ത എവിടെയാണെന്നറിയാമോ? അവിടെയുള്ള വൈദികരോട്ടും സമർപ്പിതരോട്ടും. എന്ന് വെച്ചാൽ അവരുടെ ഇടയിലേക്കും വൊക്കേഷൻ ഇല്ലാതെ, ദൈവവിളി ഇല്ലാതായി. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം 2 കാര്യം സംഭവിച്ചപ്പോൾ എന്താ നടന്നെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പച്ചയായിട്ട് വിളമ്പിക്കൊടുക്കാൻ അവിടെ വൈദികരും സമർപ്പിതരും ശ്രദ്ധിച്ചില്ല. ഫലമെന്തായി? വിശ്വാസം അവിടെ ക്ഷയിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് നോക്കിക്കോ, ഇന്ന് നമ്മുടെ കേരളത്തിൽ സാത്താൻ അടി കൊടുക്കുന്നുണ്ട്. എങ്ങോട്ടാ? മിണ്ടാമടങ്ങളെ. ഈ മിണ്ടാമടങ്ങൾ ആരാ മക്കളെ? കത്തോലിക്ക സഭയുടെ പവർ ഹൗസാണ്. കത്തോലിക്ക സഭയുടെ പവർ ഹൗസ് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ കെട്ടിപ്പിടിച്ചിരുന്ന കണ്ണുനീരോടുകൂടി ദൈവമക്കളുടെ വിശ്വാസം, കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാനായിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന കൂട്ടരാ ഓരോ മിണ്ടാമടങ്ങളിലെ കന്യാസ്ത്രീ അമ്മമാര്. അവിടെ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആളില്ലാതായി. രണ്ടാമത് എവിടെ അടി കൊടുത്തു എന്നറിയാമോ? അച്ഛന്മാർക്കൊട്ടും കന്യാസ്ത്രീമാർക്കൊട്ടും. ഒക്കേഷൻ കുറയ്ക്കുകയല്ല ചെയ്തേ, ദൈവവിളിയുടെ ലക്ഷ്യം അല്പം കൊണ്ട് മാറ്റിവിട്ടു. ഇന്ന് പലപ്പോഴും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി സഭയിൽ നിന്നും മറ്റു ബന്ധക്രിസ്ത സമൂഹത്തിലേക്ക് പോകുന്ന, പല സമൂഹങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ കാര്യസാധ്യത്തിന് മാത്രമായിട്ട് സഭയിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയൊക്കെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കാനായിട്ട്, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വൈദികരും സമർപ്പിതരും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ എന്ത് പറ്റുന്നു? അനേകം മക്കള് സഭയിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഓരോ വൈദികരും സമർപ്പിതരും നെഞ്ചോട് കൈചേർത്ത് വെച്ച് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ചുള്ള പ്രാർത്ഥനകളുടെ കുറവിന്റെ ഫലമായിട്ടാണോ കത്തോലിക്ക സഭയില്, എന്റെ തമ്പുരാനില്, എന്റെ ദൈവത്തിന്റെ കരുണയിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് പല ദൈവമക്കളും ഈ പെന്തക്കോസ്ത സമൂഹം പോലുള്ള കെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ? നമുക്ക് സമയമുണ്ട് കേട്ടോ. സ്കൂളിനെ കെട്ടിപ്പിടിക്കാൻ സമയം, കോളേജിനെ കെട്ടിപ്പിടിക്കാൻ സമയം, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ കെട്ടിപ്പിടിക്കാനായിട്ട് ഈ കാലഘട്ടത്തിന്റെ പല വൈദികർക്കും പല സമർപ്പിതർക്കും സമയമുണ്ട്. കെട്ടിപ്പിടിക്കണ്ട എന്ന് അച്ഛൻ പറയുന്നില്ല കേട്ടോ, കെട്ടിപ്പിടിച്ചോ. പക്ഷേ ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ചിരുന്ന നമ്മുടെ സഭയുടെ ചുറ്റുപാടിലുള്ള, നമ്മുടെ ഗവൺമെന്റിന്റെ ചുറ്റുപാടിലുള്ള, നമ്മുടെ ഇടവകയിലുള്ള ഒരു കൊച്ചെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് ആ കൊച്ചിനെ വിശ്വാസത്തിലേക്ക്, കരുണയിലേക്ക് കൊണ്ടുപോകും.
നിന്റെ സന്യാസ ജീവിതം വീണ്ടും പരിശോധിക്കേണ്ടതാ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കുറവുണ്ട് കേട്ടോ മക്കളെ, നമ്മുടെ കുറവുണ്ട് കേട്ടോ. ഇന്ന് ലോകത്തില് എനിക്കറിയാം, ഇന്ന് ഇപ്രകാരം പാപത്തിന് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പ്രാർത്ഥനയുടെ കുറവിന്റെ ഫലമായിട്ട് അനേകം ദൈവമക്കള് വിശ്വാസം ഉപേക്ഷിച്ചു പോകുക. നിങ്ങളും ചിന്തിച്ചേ, നിങ്ങൾ ഈ കരുണയുടെ കവാടം കയറി ഇറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് സാധിച്ചു കിട്ടുന്നില്ലെങ്കിൽ, ഇങ്ങോട്ടുള്ള വരവ് നീ നിർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം നീ പരിശോധിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാര്യസാധ്യത്തിനല്ല. ഞാനിവിടെ ഇരിക്കുന്ന മുഴുവൻ മക്കളോട് പറയാ, ഭൗതിക നേട്ടത്തെക്കാൾ ഉപരിയായിട്ട് സ്വന്തം ആത്മാവിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയുക, നിന്റെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തിനാ? ധ്യാനിക്കാൻ പോകുന്നുണ്ട് അനേകം മക്കൾ. എന്തിനാ? കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. എന്റെ കൊച്ചിന് ജോലി കിട്ടണം, എന്റെ കുടുംബത്തിൽ സമാധാനം കിട്ടണം, എന്റെ കൊച്ചിന് ഇന്റർവ്യൂ പാസ്സാകണം, കല്യാണം നടക്കണം. ഇവിടെ വന്നിട്ട് 9 ആഴ്ചകളിൽ വന്നിട്ട് കല്യാണം നടക്കാനും മറ്റേ കാര്യത്തിനും മറിച്ച കാര്യത്തിനും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 9 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലെങ്കിൽ, നീ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തില് കുറവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്ക്, നിന്റെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ്? പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം മക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്റെ തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് സ്വന്തം ആത്മാവിനും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ, ആ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ തുടങ്ങണം. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ മക്കളെ, ഈ ഭവനത്തിൽ എന്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യം എന്താ? ആത്മാക്കളുടെ രക്ഷ. ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയ ആത്മാക്കളുടെ രക്ഷ. അതിനല്ലേ ഇന്ന് ഞാൻ പറയാ, കത്തോലിക്ക സഭയുടെ കുമ്പസാരക്കൂട്, പ്രത്യേകിച്ച് കേരളത്തിന്റെ കുമ്പസാരക്കൂടായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ ഡിവൈൻ മേഴ്സി സെന്റർ. നിങ്ങൾ മനസ്സിലാക്കിക്കേ, ഇപ്രകാരം ഇത്രമാത്രം കുമ്പസാരം നടക്കാൻ കാരണം എന്താ? മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ശുദ്ധീകരണ ആത്മാക്കളെയും ജീവിച്ചിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ദൈവ പൈതല് വിശ്വാസപൂർവം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അപ്പോഴാ എന്റെ തമ്പുരാന്റെ കരുണയുടെ അഗ്നി ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുക. വിശ്വാസമുണ്ടെങ്കിൽ പറയാമോ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനമായിട്ട് ഏലിയ പ്രവാചകൻ ചെയ്ത 5ാമത്തെ കാര്യം മറ്റൊന്നുമല്ല, ബലിപീഠത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി കരം വിരിച്ചു പിടിച്ച് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു. നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ നിന്ന് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ കൂട്ടായ്മയുടെ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന എപ്പോഴൊക്കെ കുറവ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ കരുണ അനുഭവിക്കുന്നുമില്ല, നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നുമില്ല. ഇന്ന് ദൈവത്തിന്റെ കരുണ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്, 4 പ്രാർത്ഥനകളാണ്, 4 കുദാശകളാണ്, അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട മേഖലയാണ്. ഒന്ന്, പരിശുദ്ധ ബലി. അതാണ് ഏറ്റവും കൂടുതൽ കരുണ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ചുമ്മാ വന്ന ബലിയർപ്പണമല്ല, ഒരുക്കത്തോടും യോഗ്യതയോടും, 2 വിശ്വാസത്തോട്, 3 പൗരോഹിത്യത്തോട് ചേർന്ന്. ഇത് തിരിച്ചറിയണേ, 1 ഒരുക്കത്തോടും യോഗ്യതയോടും, 2 വിശ്വാസത്തോടെ, 3 പൗരോഹിത്യത്തോട് ചേർന്ന്. ഇപ്രകാരം ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ബലിയർപ്പിക്കുമ്പോൾ അവനിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ തുടങ്ങുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. പള്ളി വന്ന് 45 മിനിറ്റ് നേരം കയ്യും കെട്ടി നോക്കി നിന്നിട്ട് ഒരു വിശ്വാസവും ഇല്ലാതെ, ഒരു യോഗ്യതയും ഇല്ലാതെ ഒരു ദൈവ പൈതല് ഈ ലോകത്ത് എവിടെയൊക്കെ പോയി നിന്ന് ബലിയർപ്പിച്ചോ, അവന് പരിശുദ്ധ ബലിയിലൂടെ ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കാൻ പറ്റില്ല. തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പുരോഹിതനെ വേദനിപ്പിച്ച്, പുരോഹിതനെ ചന്തു പള്ളിപ്പിച്ച്, പുരോഹിതനെ സൽപ്പേര് കളഞ്ഞ്, പുരോഹിതനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ ലോകത്തില് ഒരു ദൈവ പൈതല് ഏതൊക്കെ ബലിപീഠത്തിന്റെ മുമ്പിൽ പോയി ബലിയർപ്പിച്ചാലും അവന് പരിശുദ്ധ ബലിയിലൂടെ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ സാധ്യമല്ല. കരുണ ബലിയിലൂടെ അനുഭവിക്കണോ, 1 ഒരുക്കമല്ലെങ്കിൽ യോഗ്യത, 2 വിശ്വാസം, 3 പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ കരുണ കൊടുക്കുന്ന 2ാമത്തെ കാര്യമാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന. പരിശുദ്ധ ജപമാല പ്രാർത്ഥന.
എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുടുംബ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. കുടുംബ പ്രാർത്ഥന എന്താ? സായാഹ്ന പ്രാർത്ഥന അച്ഛന്മാരും കന്യാസ്ത്രീമാരും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സായാഹ്ന പ്രാർത്ഥന. പക്ഷെ കുടുംബ പ്രാർത്ഥനയോ? കുടുംബ പ്രാർത്ഥന ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുടുംബത്തിലെ എല്ലാവരും കുടുംബത്തിലുണ്ടായിരിക്കണം. ചില അപ്പച്ചന്മാര് കടത്തണ്ണയിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് ആ സാധനം കൊണ്ട് തീർത്തി വെച്ചാലേ. കുടുംബത്തിലെ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, എവിടെയൊക്കെ ഭംഗം വരുന്നുണ്ടോ, കുറവ് വരുന്നുണ്ടോ, അവിടെ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി അനുഭവിക്കാനായിട്ട് സാധ്യമല്ല. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം എന്താ? സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി, ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനുള്ള കുറുക്കുവഴി, അത് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയാ. വിശുദ്ധിയിലേക്കുള്ള കുറുക്കുവഴി ജപമാല പ്രാർത്ഥനയാ. തൃത്വത്തിലേക്കുള്ള കുറുക്കുവഴി ജപമാല പ്രാർത്ഥനയാ. നന്മയിലേക്കുള്ള കുറുക്കുവഴി ജപമാല പ്രാർത്ഥനയാ. കരുണയിലേക്കുള്ള കുറുക്കുവഴി ജപമാല പ്രാർത്ഥനയാ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ അമ്മ മാതാവിന്റെ മടിയിലിരുന്ന് യേശുക്രിസ്തുവിന്റെ മുഖം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതാ യഥാർത്ഥത്തിൽ പരിശുദ്ധ ബലിയെന്ന. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ലൂർദിലും ഫാത്തിമയിലും പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ കാര്യം എന്താ? മക്കളെ, നിങ്ങൾ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് കഠിനഭാവികളെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ജപമാല ചൊല്ലിക്കേ. അപ്രകാരം ജപമാല ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ ദൈവത്തിന്റെ കരുണയൊഴുകി ആ ആത്മാവ് രക്ഷയിലേക്ക് കടന്നു വരുവാ. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, ശരണോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാർത്ഥനയാ പ്രിയപ്പെട്ടവരെ, മറ്റൊന്നുമല്ല, കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമുക്കറിയാം, ഈ സെന്ററിൽ വരുന്ന എല്ലാവർക്കും അറിയാം, ഒന്ന് കരുണയുടെ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന. ഞാൻ നിങ്ങളോട് പറയാ മക്കളെ, ഞാൻ ആദ്യം പറഞ്ഞ ശുദ്ധീകരണങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ദിവസം ഒരു 3 കരുണയുടെ ജപമാല ചൊല്ലാമോ? ഒന്ന് അപ്പച്ചന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, രണ്ടാമത്തെ ജപമാല അമ്മയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, മൂന്നാമത്തെ ജപമാല നിന്റെ കുടുംബത്തിന് വേണ്ടി. ഇപ്രകാരം ഏതൊക്കെ ദൈവമക്കൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും. വിശ്വാസമുണ്ടെങ്കിൽ ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ശരണോടെ ഹല്ലേലൂയ. രണ്ടാമത് കരുണയുടെ കാര്യം പറഞ്ഞേ, ദൈവത്തിന്റെ കരുണയുടെ ചിത്രം വെഞ്ചിരിച്ച് സ്ഥാപിച്ച് വണങ്ങി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, കഠിനഭാവികൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, തിന്മയ്ക്ക് അടിമപ്പെട്ട മക്കൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, തമ്പുരാന്റെ കരുണയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ, ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ ചേട്ടന്റെ ആത്മാവിനെ രക്ഷിക്കുക. അതൊരു പ്രാർത്ഥിച്ച് 10-33 പ്രാവശ്യം, ഇല്ലെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിച്ച് ആ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട്, ഈശോ മറിയാം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്റെ ചേട്ടന്റെ ആത്മാവിനെ രക്ഷിക്കുക. ഇല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയെ ശരണപ്പെടുന്നു, എന്റെ ചേട്ടന്റെ ആത്മാവിനെ രക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ കരുണയുടെ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് അതിനെ വണങ്ങിക്കൊണ്ട് അവിടെ നിന്ന് നിന്റെ കുടുംബത്തിലെ ഏതൊക്കെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ആ ആത്മാക്കളുടെ മേല് ദൈവത്തിന്റെ കരുണയൊഴുകി കൃപയൊഴുകി രക്ഷയിലേക്ക് കടന്നു വരാൻ തുടങ്ങും. ക്രിസ്തുവോട് പറഞ്ഞേ ഹല്ലേലൂയ, സത്യോടെ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാം, മറ്റൊന്നുമല്ല, കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. പൗസ്ത്യനൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു, ആരൊക്കെ 9 ദിവസം എന്റെ കരുണയുടെ നൊവേന നിയോഗം വെച്ച് ചൊല്ലിക്കോ, ഞാൻ അവരിലേക്ക് കരുണയുടെ അഗ്നി ഇറങ്ങും. നാലാമതായിട്ട് എന്താ പഠിപ്പിച്ചങ്ങനെ? കരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. ഞാൻ വിവരിക്കുന്നില്ല, കരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. അഞ്ചാമതായിട്ട് കരുണയുടെ സമയം, ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് പരിശുദ്ധ ബലി പ്രാർത്ഥിക്കേണ്ടത്. ബലിപീഠത്തിൽ ചുവട്ടിൽ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങിയ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട 3 പ്രാർത്ഥനകളാ. ഒന്ന് പരിശുദ്ധ ബലി, 2 ജപമാല, 3 നമ്മുടെ കരുണയുടെ ജപമാല അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നാലാമത്തെ ഒരു കാര്യമാണ് അടുത്തടുത്തുള്ള കുമ്പസാരം. അടുത്തടുത്തുള്ള കുമ്പസാരം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം ചെയ്തിട്ടല്ല കേട്ടോ കുമ്പസാരിക്കട്ടെ, മറിച്ച് പാപം ചെയ്യുന്നതിന് മുമ്പ് പോയി കുമ്പസാരിച്ച്, പാപം ചെയ്യുന്നതിന് മുമ്പ് പോയി കുമ്പസാരിച്ചാൽ പാപം ചെയ്യാനുള്ള പ്രവണത, ആഗ്രഹം നമ്മളിൽ നഷ്ടമാകും. കാരണം കുമ്പസാരത്തിൽ കൃപയ്ക്കുമേൽ കൃപ ലഭിക്കുക, കൃപയ്ക്കുമേൽ കൃപ ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രധാനമായിട്ടും ചെയ്യുക, ഒന്ന് താഴ്വര വിട്ട് മലമുകളിലേക്ക് കയറുക. നമുക്കറിയാം, വരൾച്ചയുടെ ഇനി നമ്മുടെ നാട് നേരിടാൻ പോകുന്ന അടുത്ത ഭീഷണി. ഒരിടത്തും വെള്ളം കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ
ഏലിയ പ്രവാചകൻ ബലിയർപ്പിച്ചപ്പോൾ സ്വർഗം തുറന്ന് തമ്പുരാൻ കർത്താവ് അഗ്നി ഇറക്കി അങ്ങോട്ടേക്ക് മഴ പെയ്ച്ചെങ്കിൽ നമ്മുടെ നാട്ടിലും മഴ ഇറങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം കരുണയുടെ അഗ്നി ഭൂമിയിലേക്ക് ഇറക്കണം. കരുണയുടെ അഗ്നി ഭൂമിയിലേക്ക് ഇറക്കണമെങ്കിൽ ഒന്ന് പാപത്തിന്റെ താഴ്വര വിട്ട് യേശുക്രിസ്തുവാകുന്ന മലമുകളിലേക്ക് മക്കൾ പ്രയാണം ചെയ്യുക. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ രമ്യപ്പെടേണ്ട, കുടുംബത്തില് മറ്റുള്ളവരൊക്കെ ആയിട്ട് രമ്യപ്പെടേണ്ട മേഖലയുണ്ടെങ്കിൽ രമ്യപ്പെട്ട് നമ്മുടെ ബലിപീഠം ശരിയാക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന അശുദ്ധിയുടെ കെട്ടുകളുണ്ടെങ്കിൽ അശുദ്ധിയുടെ കെട്ടുകൾ മുഴുവനും ബലിപീഠത്തിൽ ബലിയാക്കി തീർക്കുവാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാലാമത്തെ കാര്യം, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, കൂട്ടായ്മയിൽ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിന്റെ കരുണ അഗ്നി ഭൂമിയിലേക്ക് ഇറങ്ങും, കുടുംബത്തിലേക്ക് ഇറങ്ങും, നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലെ എല്ലാ തിന്മയുടെ ശക്തിയും നിർവീര്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ചാടി നിൽക്കുക, പെട്ടെന്ന് നിൽക്കുക, പെട്ടെന്ന് പെട്ടെന്ന്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കേട്ടിരിക്കാൻ എളുപ്പമാണ് മക്കളെ. പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേക്കാം, പെട്ടെന്ന് എഴുന്നേക്കാം. കേട്ടിരിക്കാൻ നമുക്കൊക്കെ എളുപ്പമാണ്. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ട് നമ്മൾ പഴയ പോലെ വീട്ടിലേക്ക് പോയാൽ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങില്ല. ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം. എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനായിട്ട് എനിക്ക് പറ്റാത്തതിന്റെ കാരണം ഞാൻ ചില പാപത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ചിന്തിക്കാം മക്കളെ, ഏതൊക്കെ പാപത്തിന്റെ കെട്ടിലാ ഞാൻ ഇന്നും വീണ് കിടക്കുന്നത്. എനിക്ക് പ്രാർത്ഥനയുണ്ട്, എനിക്ക് ബലിയർപ്പണമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാപിച്ചത് ഞാൻ ദൈവസന്നിധിയിൽ വരാറുമുണ്ട്. പക്ഷെ ചില ദൈവ കരുണയ്ക്കെതിരായിട്ട് നിൽക്കുന്ന, ദൈവത്തിന്റെ കാരുണ്യം നമ്മളിലേക്ക് വരാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഏതാനും ചില പാപത്തിന്റെ കെട്ടുകൾ നമ്മളിൽ കിടപ്പുണ്ടോ? ഒരു നിമിഷം പരിശോധിക്കുക. വീണ്ടും ചിന്തിച്ച് നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയാ ബന്ധങ്ങൾ ശരിയാക്കാനുള്ളത്? എൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? വൈദികരായിട്ടുള്ള ബന്ധം, ഇടവകയായിട്ടുള്ള ബന്ധം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എവിടെയെങ്കിലും താളം തെറ്റിക്കിടപ്പുണ്ടോ മക്കളെ? നിനക്ക് ഏത് കുടുംബത്തിലേക്ക് കയറി ചെല്ലാനാ ബുദ്ധിമുട്ട്? ആരോട് സംസാരിക്കാനാ ബുദ്ധിമുട്ട്? ആരുടെ മുന്നിൽ ആത്മാർത്ഥമായി പുഞ്ചിരിക്കാനാ ബുദ്ധിമുട്ട്? അവരോട് ഉള്ളിന്റെ ഉള്ളിൽ രമ്യപ്പെടാതെ അല്ലേ? നീ സഹോദരനോട് കരുണ കാണിക്കാതെ അല്ലേ നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ? തെറ്റുപറ്റിയെങ്കിൽ ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും മക്കളെ. മുന്ന് പരിശോധിച്ച് നിന്റെ ശരീരത്തെ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴൊക്കെ സാഹചര്യം വന്നോ, എപ്പോഴൊക്കെ ആഗ്രഹങ്ങൾ വന്നോ, എപ്പോഴൊക്കെ പ്രലോഭനം ഉണ്ടാക്കിക്കോ, ആ സമയത്തൊക്കെ നിന്റെ ശരീരത്തെ അശുദ്ധിയിലേക്ക് നീ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവ പൈതലാണോ? അതെയോ നീ ശരീരത്തിൽ നിന്നെ തന്നെ ഒന്ന് ബലിയർപ്പിക്കാനായിട്ട്, ശരീരത്തിൽ ഒരു ബലിയർപ്പണം നടത്താനായിട്ട് ഇന്ന് വരെ നീ ദൈവത്തിന് വേണ്ടി എന്തുമാത്രം വില കൊടുത്തിട്ടുണ്ട്? വീണ്ടും പരിശോധിക്കുക. എന്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണോ, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക? ഞാൻ വിശ്വാസത്തോടു കൂടിയാണോ പ്രാർത്ഥിച്ചേക്കുന്നത്? സമർപ്പിതരെന്ന് പരിശോധിച്ച് എന്റെ പ്രാർത്ഥനയുടെ കുറവായിട്ട്, ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിക്കുന്നതിന്റെ കുറവിന്റെ ഫലമായിട്ട് എന്റെ ഇടവകയിലുള്ള, എന്റെ ചുറ്റുപാടിലുള്ള ഏതെങ്കിലും മക്കളുടെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ കാരണമായിട്ടുണ്ടോ? പിന്നെ പരിശോധിക്ക. എന്റെ പ്രാർത്ഥനാ മേഖലകൾ എങ്ങനെയാ? ഞാൻ ശരിക്കും പൗരോഹിത്യത്തോട് ചേർന്ന് ഒരുക്കത്തോടും യോഗ്യതയോടും വിശ്വാസത്തോടും കൂടി എന്റെ തമ്പുരാന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ള ബലിയർപ്പിക്കാറുണ്ടോ? കരുണയ്ക്ക് വേണ്ടി പൂർണ്ണതയുള്ള ഒരു ജപമാലയർപ്പണം കുടുംബത്തിൽ നടത്താറുണ്ടോ? കരുണയ്ക്കായിട്ട് പൗസ്തീനായിലൂടെ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നീ ചെയ്യാറുണ്ടോ? നല്ല നല്ല കുമ്പസാരങ്ങൾ നടത്തിയിട്ട് എത്ര നാളായി? ഇവിടെയൊക്കെ നമുക്ക് വാഴ്ചകളും കുറവുകളും പറ്റിയതിന്റെ ഫലമായിട്ടല്ലേ മക്കളെ ദൈവത്തിന്റെ കരുണയുടെ അഗ്നി നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങാത്തെ? ഏലിയ പ്രവാചകൻ ഈ 5 കാര്യം ചെയ്തപ്പോൾ
ദേശത്തിലേക്ക് ദൈവത്തിന്റെ കരുണ, മഴയാകുന്ന കരുണ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. നിന്റെ കുടുംബത്തിൽ ഏതൊക്കെ മേഖലയിലാണ് ദൈവ കരുണ ഇറങ്ങണ്ടേ? നീ ചെയ്യേണ്ട കാര്യം ഈ 5 കാര്യം ചെയ്ത് ദൈവ കരുണയ്ക്ക് വേണ്ടി വിളിക്കണം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കാം. ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച്, ദൈവമേ, നിന്റെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ, നിന്റെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ ഈ പാപികളാൽ ഞങ്ങളുടെ മേൽ കരുണയൊഴുക്കി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. കരങ്ങൾ എല്ലാവരും വിരിച്ചു പിടിക്കട്ടെ. കരങ്ങളെല്ലാവരും വിളിച്ചു പിടിച്ച്, 2 കരങ്ങളും വിളിച്ചു പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് വിളിച്ചു പാടാം. ഈശോട് അതിദാരുണമായ മക്കളെ, ആരൊക്കെ ഈ നിമിഷം അനുദപിച്ച് തീരുമാനമെടുത്തോ അവരെ ദൈവം വെറും കൈയോടെ ഈ നിമിഷം പറഞ്ഞേക്കില്ല. ഈശോ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന നിമിഷമാണ്. കണ്ണു തുറന്നാൽ കാണാൻ പറ്റുന്ന അവസ്ഥ, കൈ നീട്ടിയാൽ തൊടാൻ പറ്റുന്ന അവസ്ഥ ഇത് മറ്റൊരു കൂട്ടർക്കും ഇല്ലാട്ടോ. നിനക്ക് മാത്രം ഭാഗ്യമാ, നിന്റെ മാത്രം ഭാഗ്യമാ. നിനക്ക് ഇത്രമാത്രം തമ്പുരാനോട് ചേർന്ന് എന്ന് ദൈവത്തെ വിളിക്കാൻ പറ്റുക. ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ദേശത്തിലേക്ക് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ വേണ്ടി ഈശോയെ വിളിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് പാടി നമ്മുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ വരൾച്ചയിൽ വേദന അനുഭവിച്ചപ്പോൾ ദൈവജനം ഒരുമിച്ച് ചേർന്ന് എലിയ പ്രവാചകനോട് ചേർന്ന് വിളിച്ചപ്പോൾ ദൈവം അവരുടെ മേൽ കരുണയൊഴുക്കി. ആ കരുണയുള്ള പിതാവിതാ നിന്റെ തൊട്ടടുത്ത്, നിന്റെ തൊട്ടു മുമ്പിൽ, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ദേശത്തിലേക്ക്, നിന്റെ രോഗത്തിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക്, നിന്റെ വിഷമങ്ങളിലേക്ക് കരുണയൊഴുക്കാനായിട്ട് ഇതാ ഈശോ നിന്റെ തൊട്ടു മുന്നില് സ്വർഗം തുറന്നിറങ്ങി വന്നിരിക്കുക. നമുക്കെല്ലാവർക്കും ഈശോയെ നോക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് വിളിച്ചു പാടാം. ഈശോയെ, എന്റെ ഹൃദയത്തിലേക്ക് കരുണയൊഴുക്കി എന്നിലേക്ക് വരണമേ എന്നുള്ള ആഗ്രഹത്തോടെ വിളിച്ചു പാടാം. ആത്മാവിനായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമിയാരാധന ആത്മശരീര വിശുദ്ധി നൽകും അഭിഷേക നിമിഷമിയാരാധന
ദൂതനായ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന എന്റെ പരിശുദ്ധ പരമാധികാരുണ്യത്തിന് കരുണ തന്നെയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന എന്റെ പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നമുക്ക് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം മക്കളെ. രണ്ട് കരങ്ങളും. ഇതാ അഭിഷേകത്തിന്റെ മണിക്കൂറ, കരുണയുടെ മണിക്കൂറ, കാരുണ്യം ഒഴുകുന്ന നിമിഷമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട്, മറ്റുള്ളവരോട്, മറ്റെല്ലാവരോടും ഒന്ന് കരുണ കാണിക്കാം. എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. കരുണയോടെ പെരുമാറാൻ എനിക്കൊരു കൃപ തരണമേ. കരുണയോടെ സംസാരിക്കാൻ, കരുണയോടെ കാണുവാൻ, കരുണയോടെ കേൾക്കുവാൻ, കരുണയോടെ ചിന്തിക്കുവാൻ, കരുണയിൽ ജീവിക്കുവാൻ എനിക്കൊരു കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. മക്കളെ, ഒരു 4 or 5 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ മറ്റാരെ ശ്രദ്ധിക്കാതെ ഈ കരുണയുടെ നാഥനെ വിളിച്ചുകൊണ്ട് സ്വരം ഉയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ. സന്നിധിയിൽ രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കാം. പരിശോധിക്കാം മക്കളെ, പാപത്തിന്റെ താഴ്വര വിട്ട് എന്റെ ഈശോയിലേക്ക് കടന്നു വരേണ്ട ഏതൊക്കെ മേഖലയാവുള്ളേ പരിശോധിച്ച് നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ എന്നെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മന്ത്രവാദ കൂടോത്രാഭിചാര ദർശനക്കെട്ടിൽ വീണു പോയിട്ടുണ്ടോ? നാൾ നോക്കുന്ന, ജാതകം നോക്കുന്ന ഏതെങ്കിലും അവസ്ഥയിൽ എപ്പോഴെങ്കിലും നീ വീണു പോയിട്ടുണ്ടോ?
ചില അന്ധവിശ്വാസ കെട്ടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തെറ്റായ ബോധ്യങ്ങളിലൂടെയാണോ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ദൈവത്തെക്കാൾ അധികമായി, ദിവ്യകാരുണ്യത്തെക്കാൾ അധികമായി, പരിശുദ്ധ ബലിയേക്കാൾ അധികമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്തുപോയിട്ടുണ്ടോ? പ്രത്യേകിച്ച് നീ നിന്റെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി സമ്പത്തിനും പണത്തിനും അമിതമായ പ്രാധാന്യം കൊടുത്തോ? സ്ഥാനമാനങ്ങൾക്കും ബഹുമതിക്കും അധികാരങ്ങൾക്കും സൽപ്പേരിനും അമിതമായ ഒരു പ്രാധാന്യം കൊടുത്താണോ എന്റെ പ്രിയപ്പെട്ട മക്കൾ ജീവിക്കുക? ഹൃദയത്തിൽ ദൈവത്തെക്കാൾ അധികമായി കമ്പ്യൂട്ടറിനും മൊബൈലിനും ചില TV പ്രോഗ്രാമിനും ചില കലകൾക്കും ചില കൂട്ടുകെട്ടുകൾക്കും അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? വീണ്ടും പരിശോധിച്ച് ദൈവത്തെക്കാൾ ഉപരിയായി ഏതെങ്കിലും ജോലിക്ക്, കൃഷിക്ക്, മൃഗത്തിന്, ബിസിനസിന് അമിതമായ പ്രാധാന്യം നീ കൊടുത്തുപോയോ? ദൈവത്തെക്കാൾ ഉപരിയായി ചില ആഡംബര മേഖലകൾക്ക്, ആർഭാട മേഖലകൾക്ക് നമ്മളൊക്കെ പ്രാധാന്യം കൊടുത്തുപോയോ? ഒത്തിരി ഇപ്രകാരമാകുന്ന പാപത്തിന്റെ താഴ്വര, ഈ കാണുന്ന പാപത്തിന്റെ താഴ്വരകൾ വിട്ടുപേക്ഷിക്കാനായിട്ട് നീ എന്തുമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്? തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം മക്കളെ രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഈ പാപമാകുന്ന താഴ്വരകള് ഒന്നിറക്കി വെച്ച്, ദൈവമേ, ഇത് ഉപേക്ഷിച്ച് നിന്നെ ഏകനാഥനും രക്ഷകനുമായി സ്വീകരിച്ച് ജീവിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ എനിക്കൊരു കൃപ തരണമേ. നിന്റെ കരുണയാൽ, നിന്റെ രക്തത്താൽ, ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജലത്താൽ എന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല ദൈവമക്കളും ഒരു 4 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു പാടാമോ? ഈശോട് അതിദാരുണമായ കണ്ണുകളടച്ച് പരിശോധിച്ച മക്കളെ, 12 കല്ലുകൊണ്ട് ഏലിയ പ്രവാചകൻ ബലിപീഠം പുനരുദ്ധരിച്ചു. നമ്മൾ പരിശോധിക്കാം, നമ്മുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ, ബന്ധത്തിന്റെ മേഖലകൾ ഏതൊക്കെയാണ്? ഭാര്യ-ഭർത്ത ബന്ധം എപ്രകാരമാണ്? വേദനിപ്പിച്ചോ, കുറ്റപ്പെടുത്തിയോ, തകർത്തോ, അവരെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടോ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചോ, അവരോട് കരുണ കാണിക്കാതിരുന്നോ? നിന്റെ മക്കളോട് നീ കരുണ കാണിച്ചിട്ടുണ്ടോ? അവരെ വേദനിപ്പിച്ചോ, പക്ഷപാതം കാണിച്ച് സ്നേഹിച്ചോ, അവരെ കുറ്റപ്പെടുത്തിയോ, അവരെ ശപിക്കുന്ന രീതിയിൽ സംസാരിച്ചോ, അവരോട് കരുണ കാണിക്കാതെ പെരുമാറിയിട്ടുണ്ടോ? മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? അവരെ ഒറ്റപ്പെടുത്തിയോ, അവരെ കുറ്റപ്പെടുത്തിയോ, അവരെ വിഷമിപ്പിച്ചോ, അവരെ സങ്കടപ്പെടുത്തിയോ, അവരുടെ കണ്ണീര് വീഴ്ത്തിയോ, അവരെ തകർക്കുന്ന രീതിയിൽ സംസാരിച്ചോ, അവരെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടോ? തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, അവരോട് കരുണ കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു നിമിഷം അതും കൂടി സമർപ്പിച്ച് അയൽപക്ക ബന്ധം എപ്രകാരമാണ്? ഏത് കുടുംബത്തിലാണ് കയറിച്ചെല്ലാം ബുദ്ധിമുട്ട്? ആരോട് സംസാരിക്കാനാ ബുദ്ധിമുട്ട്? ആരോടൊക്കെയാ രമ്യപ്പെടാറുള്ളത്? ഏതൊക്കെ വീട്ടുകാരോടാ രമ്യപ്പെടാറുള്ളത്? നിന്നെ നശിപ്പിച്ചവര് കാണും, നിന്നെ പാപത്തിലേക്ക് കൊണ്ടുപോയവരെ കാണും, നിന്റെ സൽപ്പേര് കളഞ്ഞവര് കാണും. പക്ഷെ കുഞ്ഞെ, അവരല്ല അത് ചെയ്തേ. അവരിൽ വസിച്ച പിശാച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. നീ എന്തിനാ അവരോട് മറുതലിച്ച് നിൽക്കുക? തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, രമ്യപ്പെട്ടിട്ടില്ലെങ്കിൽ സമർപ്പിക്കും മക്കളെ. ഏതെങ്കിലും വൈദികരോട് രമ്യപ്പെടാറുണ്ടോ? സമർപ്പിതരോട് രമ്യപ്പെടാറുണ്ടോ? കൂട്ടുകാരോട് രമ്യപ്പെടാറുണ്ടോ? ആരോടൊക്കെയാ രമ്യപ്പെടാൻ കിടപ്പുണ്ട്? രമ്യപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ബലിപീഠം യഥാർത്ഥ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ബലിപീഠമാകുള്ളൂ. ഒരു നിമിഷം ഈ ഭൂമിയിലുള്ള രമ്യപ്പെടാനുള്ള മുഴുവനും മക്കളെ സമർപ്പിച്ച, ദൈവമേ, നിന്റെ കരുണ എന്നെ ഒന്ന് കഴുകണമേ, എനിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, അതിനുള്ള അഭിഷേകം തരണമേ. ഈശോയെ, എന്റെ ഹൃദയവും ശരീരവും മനസ്സും ചിന്തയും ബുദ്ധിയും മുഴുവനും നിന്റെ തിരിച്ചോറയാൽ, നിന്റെ കരുണയാൽ ഒന്ന് കഴുകി എന്റെ ബന്ധങ്ങളെ ഒന്ന് ശരിയാക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ സകല മക്കളും ഒരു 4 പേർക്കുള്ള ശബ്ദത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു പാടാമോ? ഈശോയുടെ അതിദാരുണമായ Amen.
നമ്മൾ ബലിപീഠത്തിൽ സമർപ്പിക്കേണ്ട വസ്തു നമ്മുടെ അശുദ്ധമായ ശരീരത്തെയാ. ചിന്തിച്ചേ മക്കളെ, മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, പുകവലിയിലൂടെ, സ്വയംഭോഗത്തിലൂടെ, സ്വവർഗഭോഗത്തിലൂടെ, വ്യഭിചാരത്തിലൂടെ, ബ്ലൂ ഫിലിമിലൂടെ, മോശമായ കാര്യങ്ങൾ കണ്ടതിലൂടെ, കേട്ടതിലൂടെ, പറഞ്ഞതിലൂടെ നിന്റെ ശരീരത്തിന്റെ വിശുദ്ധി നീ നശിപ്പിച്ചോ. ദൈവത്തിന് നിരക്കാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഓരോ പ്രവൃത്തിയിലൂടെ നീ ശരീരത്തിൽ പാപം ചെയ്തോ. ശരീരത്തിൽ നീ ബലിയർപ്പിക്കാതിരുന്നോ. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സമർപ്പിക്കാം മക്കളെ. ഏതെങ്കിലും അമ്മമാരുടെ ഗർഭപാത്രം കൊലക്കളമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അതിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മക്കളുടെ ശരീരത്തിന്റെ വിശുദ്ധി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാപാവസ്ഥകളെ മുഴുവനും എന്റെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, ഞങ്ങളുടെ മേല് ഇന്ന് ഈ പാപത്തിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേല്, ഇന്ന് ഈ പാപത്തിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലുള്ള മുഴുവനും മക്കളുടെ മേൽ ഒന്ന് കരുണയൊഴുക്കി നിന്റെ രക്തത്താലും കരുണയാലും ജലത്താലും ആ മക്കളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി സകല മക്കളും ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാമോ? ഈശോട് അതിദാരുണമായ മക്കളെ ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ ബലിജീവിതം എപ്രകാരമാ? വിശ്വാസത്തോടുകൂടി, ഒരുക്കത്തോടുകൂടി, പൗരോഹിത്യത്തോട് ചേർന്ന ഒരു ബലിയർപ്പണം നടത്തിയിട്ട് എത്ര നാളായി മക്കളെ? എപ്പോഴാ പള്ളി വരാറ്? എവിടെയാ പള്ളി നിൽക്കാറ്? എന്തോരം ആത്മാർത്ഥമായിട്ടാ ബലിയർപ്പിക്കാറ്? എന്തോരം ആത്മാർത്ഥമായ കടമുള്ള ദിവസം നമ്മൾ ആചരിക്കാറ്? ദൈവം ദാനമായി തന്ന ദശാംശം കൊടുക്കുന്ന എന്തോരം ആത്മാർത്ഥമായിട്ടാ. പരിശോധിച്ചേ. നല്ലൊരു കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ നടത്തിയിട്ട് എത്ര നാളായി? ഒരുമിച്ച് ആത്മാർത്ഥമായിട്ട് തീഷ്ണതയോടുകൂടി ഒരു രഹസ്യം മുട്ടുകുത്തി നിന്ന്, ആ ലുത്തിനിയെ മുട്ടുകുത്തി നിന്ന്, അമ്മയ്ക്ക് അടിമ വെച്ചുകൊണ്ട്, അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജപമാല കുടുംബത്തിൽ ഒരുമിച്ച് ചൊല്ലിയിട്ട് എത്ര നാളായി മക്കളെ? ദൈവകരുണയുടെ ജപമാല നമ്മൾ ചൊല്ലാറുണ്ടോ? ദൈവകരുണയുടെ ചിത്രം വെച്ച് മടങ്ങി പ്രാർത്ഥിക്കാറുണ്ടോ? നൊവേനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവകരുണയുടെ തിരുനാൾ ദിവസം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാറുണ്ടോ? കരുണയുടെ മണിക്കൂർ നമ്മൾ ആചരിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? തമ്പുരാൻ ഇത്രമാത്രം കാരുണ്യവാനായിട്ട് ആ കരുണ ഒഴുക്കുന്ന സമയമൊക്കെ വെളിപ്പെടുത്തി തന്നിട്ട് അതിനെ ആശ്രയിക്കാതെയാണോ നമ്മൾ ജീവിക്കുക? ദൈവകരുണയുടെ ഏറ്റവും ശക്തമായ സ്ഥലമാണ് കുമ്പസാരക്കൂട്. എന്തോരം നാൾ കൂടിയാ മക്കളെ കുമ്പസാരിക്കാറ്? എത്രയും ഒരുക്കത്തോടു കൂടിയാ മക്കളെ കുമ്പസാരിക്കാറ്? എല്ലാ പാപങ്ങളും ഒന്ന് അനുദമിച്ചിട്ടാണോ നമ്മൾ ഏറ്റുപറയാറ്? ചെയ്യാതിരിക്കാൻ അതിനുശേഷം നമ്മൾ എത്ര മക്കൾ തീരുമാനമെടുക്കാറുണ്ട്? അവിടുന്ന് കരുണ നമുക്ക് ലഭിക്കാറുണ്ടോ? ഇവിടെയൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റൊക്കെ സമർപ്പിക്കാം മക്കളെ. ദൈവം കാരുണ്യവാനാണ്. എല്ലാ പാപവും ഏറ്റെടുക്കും, നമ്മളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം ഈ അവസ്ഥയിൽ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, നിന്റെ കരുണയാലും രക്തത്താലും ഒന്ന് കഴുകി ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ, രക്ഷിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി സകല മക്കളും ഒരുമിച്ചൊന്ന് വിളിച്ചു പാടാമോ? ഈശോട് അതിദാരുണമായ കൂടിയിരിക്കുന്ന ഇത്രയും മക്കൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്ത്, ഈ 5 കാര്യങ്ങളൊന്ന് ചെയ്തിട്ട് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തില്, ഈ ദേശത്ത്, ഈ സ്ഥലത്ത് മുഴുവനും ദൈവ കരുണയുടെ അഗ്നി ഇറങ്ങാൻ വേണ്ടി ഇത്രയും മക്കൾ ഒറ്റക്കെട്ടായിട്ട് വിളിച്ചാൽ എന്റെ തമ്പുരാൻ അഗ്നി ഇവിടെ മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്ത് നടക്കും. ഒരു നിമിഷം നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ശക്തിയോടെ നിർത്താതെ നമ്മുടെ മേല്, ഇടവകയുടെ മേല്, നാടിന്റെ മേല്, ദേശത്തിന്റെ മേല്, ശുദ്ധീകരണാത്മാക്കളുടെ മേല് ദൈവത്തിന്റെ കരുണയുടെ അഗ്നി ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാമോ? യേശുവേ.
യേശുവേ, ജീവിക്കുന്ന യേശുവേ, കരമുയർത്തി സ്വരമുയർത്തി ഈശോയെ നോക്കിക്കൊണ്ട് വിളിക്കുന്നു യേശുവേ. യേശുവേ, യേശുവേ, ജീവിക്കുന്ന യേശുവിനെ വിളിച്ചോ, ജീവിക്കുന്ന യേശുവിനെ വിളിച്ചോ. ഈ നിമിഷം അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, ഈ നാടിനെ അനുഗ്രഹിക്കണമേ, ഈ മക്കളുടെ യാത്രകളെ ചുരുക്കണമേ, കരുണയൊഴുക്കണമേ. ദൈവ കരുണയുടെ അഗ്നി ഇപ്പോൾ ഇവിടെ വ്യാപിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദൈവകരുണയുടെ പുത്തൻ അഭിഷേകവും അഗ്നിയും ഇപ്പോൾ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും ദേശത്തിന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമമാ